അപ്പോൾ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഗീതാ മഹാത്മ്യത്തെ കുറിച്ച് രണ്ട് ശ്ലോകം പറയാനായിട്ട് ഞാൻ ഹിസ് ഗ്രേസ് പ്രേമമായ വൃജേശ്വരദാസ് പ്രഭുവിനെ ക്ഷണിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗീതാ മഹാത്മ്യത്തെ കുറിച്ച് നമ്മൾ എല്ലാ ആഴ്ചയിലും കേൾക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഹൃദയസ്ഥമാകാനും അതുപോലെ ഭഗവത്ഗീതയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനും നമ്മൾ എല്ലാ ആഴ്ചയിലും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോ വെൽക്കം പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, എല്ലാവർക്കും എന്റെ ഹരേ വിനീത കൃഷ്ണ പ്രഭു. പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തുടങ്ങാം. കേൾക്കാൻ പറ്റാ? കേൾക്കാൻ കേൾക്കാം പറ്റുന്നുണ്ടോ? അപ്പൊ കേൾക്കാം. കേൾക്കാം. ശരി ശരി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവജ്ഞ പ്രചാരണ നിർവിശേഷ ശൂന്യവതി പശ്ചാത്തദേശ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരവ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമങ്ങൾ. എല്ലാവരും എല്ലാ തവണയും കേട്ടതാണ്, എന്നാലും മാതാജി പറഞ്ഞാൽ വീണ്ടും വീണ്ടും കേൾക്കുന്നതാണ് കൂടുതൽ ഉത്തമം. ഞാൻ ശ്ലോകത്തിലേക്ക് കിടക്കാണ്. ഗീതാശാസ്ത്രം ഇതം പുണ്യം യാ പഠേത് പ്രയത പൂമാൻ വിഷ്ണോപദം ആപ്നോതി ഭയശോകാദിവർജിതഃ. അതിന്റെ അർത്ഥം അത് ഭഗവത്ഗീതയുടെ നിർദ്ദേശങ്ങൾ വേണ്ടവണ്ണം പിന്തുടരുന്നവർ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും മുക്തരാകും, ജീവിതത്തിലെ എല്ലാ ഭയങ്ങളിൽ നിന്നും വിമുക്തരാകും, അടുത്ത ജന്മം ആത്മീയ ജീവിതം കൈവരിക്കുകയും ചെയ്യും. അപ്പൊ ഗീതാശാസ്ത്രം നമ്മൾ ആത്മാർത്ഥമായി പഠിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഗുണങ്ങളെ കുറിച്ചിട്ടാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ അർജുനൻ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്, യുദ്ധകളത്തില് അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾ. ദൃഷ്ടൈമം സ്വജനം കൃഷ്ണ, അതായത് അദ്ദേഹത്തിന് സ്വജനങ്ങൾ മരിക്കപ്പെടുമല്ലോ എന്ന് ഓർത്തിട്ടുണ്ടായ ദുഃഖം. ആ ദുഃഖം അപ്പൊ ശരീരത്തിൽ സീതന്തി മമ ഗാത്രാണി, ശരീരം തളരുന്നു. മുഖം ച പരിദുഷി, നമ്മൾ കേട്ടതാണ്, മുഖം വരളുന്നു. വേപുതിച്ച ശരീരമേ, ശരീരം വിറയ്ക്കുന്നു. ത്വച്ച പരിദഹതി, എന്റെ തൊലി ചുട്ടുനീറുന്നു. ഭ്രമദീവച്ച മനസ്സാണെങ്കിലോ ചുറ്റുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഇങ്ങനെ ഓരോ പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ ശരീരം വരയ്ക്കും. നമുക്ക് എന്താണ് വിപരീതാനിച്ച നിമിത്താനി എന്ന് പറയും. എല്ലാ നിമിത്തങ്ങളും വിപരീതമായിട്ട് കാണുന്നുള്ളൂ കേശവാന്ന് അർജുനൻ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ജീവിതത്തിൽ അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ, വേണ്ടപ്പെട്ടവർ പിരിഞ്ഞു പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലത്ത് നിന്ന് ആ ഒരു വേണ്ട ഉത്തരം നമുക്ക് ലഭിക്കാതെ വരുമ്പോഴൊക്കെ നമ്മൾക്ക് ശരിയായ ഉത്തരം, നമ്മുടെ ശരീരം ഇതുപോലെ വിറയ്ക്കും ഒക്കെ ചെയ്യും. അപ്പൊ അതിനുള്ള പരിഹാരമാണ് ഇവിടെ പറയുന്നത്. മറ്റേതൊരു പരിഹാരം കൊണ്ട് നമുക്ക് കിട്ടില്ല എന്ന് അർജുനൻ രണ്ടാമത്തെ അധ്യായത്തില് 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നാഹി പ്രപശ്യാമി മാം അപുന്യദ്യാത് ശോകം ഉച്ചോഷണം ഇന്ദ്രിയാണം. ഈ ശോകം, എന്റെ ഇന്ദ്രിയങ്ങളെ വരട്ടുന്ന ശോകത്തെ ഓടിച്ചു വിടുവാൻ എനിക്ക് കഴിയുന്നില്ല. ഭൂമാം അസബന്ന വ്രത്തം ഒഭാപ്യ, അതായത് ശത്രുക്കളില്ലാത്ത ഭൂമി ലഭിച്ചാലും രാജ്യം സുരണാം അഭിച്ച ആധിപത്യം, ഈ ദേവന്മാർക്ക് പോലെ ആധിപത്യമുള്ള രാജ്യം, എനിക്ക് സമ്പൂർണ്ണ ആധിപത്യമുള്ള രാജ്യം. അപ്പൊ ഭൗതികമായ എന്ത് പരിഹാരം കൊണ്ടും ഈ ദുഃഖം നമുക്ക് പോവില്ല. നമുക്ക് ചിലപ്പോൾ താൽക്കാലികമായ ഒരു പരിഹാരം തോന്നിയാൽ പോലും വെളുക്കാൻ തേച്ചത് പാണ്ടായി പോയി എന്ന് പറയുന്നത് പോലെ പിന്നീട് അത് ദുഃഖത്തിലേക്ക് വരും. അങ്ങനെ ആ ഒരു ദുഃഖം നമ്മെ ഭയശോകവർജിതം, ഈ എല്ലാ ദുഃഖങ്ങളും നമ്മളിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള ആത്യന്തിക പരിഹാരമാണ് ഗീതാധ്യയനം. അർജുനൻ ഏറ്റവും അവസാനം 18ാം അധ്യായത്തില് നമുക്കറിയാം, ഭഗവത്ഗീതയുടെ ഏറ്റവും അവസാനം അർജുനൻ പറയുന്നത്, പിന്നീട് സഞ്ജയൻ പറഞ്ഞത് കൊണ്ടാണ് തീരുന്നത്. അർജുനൻ എന്താ പറയുന്നത് വെച്ചാല്, നഷ്ടോ മോഹ സ്മൃതിർലബ്ധ ത്വത്പ്രസാദാത് മയാ അച്യുത സ്ഥിതോ അസ്മി ഗതസന്ദേഹ. അപ്പൊ സന്ദേഹങ്ങളൊക്കെ പോയി, മോഹങ്ങൾ നഷ്ടപ്പെട്ടു, വ്യാമോഹങ്ങൾ, തെറ്റായ മോഹങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ട് എന്താ, സ്ഥിതോ അസ്മി. അർജുന ആദ്യം പറഞ്ഞെന്താ, ന ശക്നോമി അവസ്ഥാതും, എനിക്ക് നിൽക്കാൻ പോലും കഴിയുന്നില്ല, ഇവിടെ എനിക്ക് നിൽക്കാൻ കഴിയും. സ്ഥിതോ അസ്മി സന്ദേഹമൊക്കെ പോയി, കരിഷ്യമേ തവ വചനം. അപ്പൊ എന്താ പറയുന്ന വെച്ചാല്
ഗാണ്ഡീവം സംസ്ഥതേ ഹസ്താത്, കയ്യിൽ ഗാണ്ഡീവം പിടിക്കാൻ പോലും യുദ്ധസമയത്ത് കഴിയില്ല എന്ന് പറയുന്ന അർജുനൻ ഇപ്പൊ പറയാണ് കരിഷേ വചനം തവ. അപ്പൊ ഭഗവത്ഗീത മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഈ ഭൂമിയിൽ ജീവിതത്തിൽ നിൽക്കാൻ കഴിയാനും അർജുനൻ വീണ്ടും ഗാണ്ഡീവം കെട്ടാൻ ഭഗവാൻ പറഞ്ഞ ആഞ്ഞ കേൾക്കാൻ തയ്യാറാവുന്ന ആ കാര്യം കൂടി നമുക്ക് കഴിയും. പിന്നെ രണ്ടാമത്തെ ശ്ലോകം, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചു പറയുന്നത്, വേഗം പറയുന്നത് ക്ഷമിക്കണം. ഗീതാധ്യയന ശീലസ്യ പ്രാണായാമ പരസ്യച്ച നൈവ സന്ധിഹി പാപാനി പൂർവജന്മ കൃതാനിച്ച. അപ്പൊ ആത്മാർത്ഥമായി ഭഗവത്ഗീത വായിക്കുന്ന ഒരാളെ ഭഗവത് കരുണയാൽ മുമ്പ് ചെയ്ത പാപങ്ങളുടെ ഫലം ബാധിക്കേയില്ല. അപ്പൊ നമുക്ക് പാപത്തിൽ നിന്ന് എന്നിട്ട് പറയുന്നു സർവധർമാം പരിത്യജ മാമേകം ശരണം വ്രജ. എല്ലാ ധർമ്മങ്ങളെയും പരിത്യജിച്ച് ഏകധർമ്മം ഭഗവാന്റെ ശരണാഗതി കൊണ്ടാ നമുക്ക് എല്ലാ പാപങ്ങളിൽ നിന്ന് മുക്തമാകും. അതാണ് 7-ാം അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകം നമ്മൾ കേട്ടതാണ്. തേഷാന്തു അന്തഗതം പാപജനാനം എന്ന് പറയുന്നത്, അതായത് എല്ലാ പാപങ്ങളും അവസാനിപ്പിച്ചാൽ മാത്രമാണ് ഭജന്തേ മാം ദൃഢവ്രത, ഭഗവാനെ നമുക്ക് ഭജിക്കണമെങ്കിൽ നമ്മുടെ എല്ലാ പാപങ്ങളും നശിച്ചു പോകണം. അപ്പൊ ഇതെല്ലാം നമുക്ക് ഭഗവത്ഗീത പഠനത്തിലൂടെ ലഭിക്കും. അപ്പൊ എല്ലാവർക്കും എന്റെ വിനീതമായ പ്രണാമം. ഞാൻ സമയക്കുറവ് കൊണ്ടും വേഗം ധൃതിയിൽ പറഞ്ഞു, അതുകൊണ്ട് ക്ഷമിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, താങ്ക് യു. അത് നന്നായിട്ട് ഭയശോകാദി വർജിത, അത് അർജുനന്റെ ഭയം അവിടെ നന്നായിട്ട് പ്രഭു വിസ്തരിച്ചു പറഞ്ഞു. വളരെ നല്ല കാര്യം പ്രഭു. ഹരേ കൃഷ്ണ, താങ്ക് യു. അടുത്തത് നമുക്ക് ഹരിനാമ മഹിമയെ കുറിച്ചിട്ട് നമ്മുടെ പ്രിയങ്കരിയായ രുക്മിണി പ്രേമദേവി മാതാജിയെ നമുക്ക് ക്ഷണിക്കാം. നമുക്ക് ഈ പറഞ്ഞ പോലെ ഹരിനാമം നമുക്ക് എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും കേൾക്കുന്നുണ്ട്. എന്നാലും അതിന്റെ മഹിമ ഒന്നുകൂടെ തറപ്പിച്ച് നമ്മുടെ മനസ്സിൽ പതിയാനായിട്ടാണ് നമ്മൾ ഹരിനാമത്തെ കുറിച്ച് എല്ലാ ആഴ്ചയിലും പറയുന്നത്. ഓക്കെ, മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി, വരൂ. ഓക്കെ. ഓം ജ്ഞാനതിമിരന്ദസ്യ ജ്ഞാനാഞ്ജനശലാക്കയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഓക്കെ, ഹരേ കൃഷ്ണ എവരിബഡി. കേൾക്കണുണ്ടോ മാതാജി? ഇസ് ഇറ്റ് ഓക്കെ, ഓഡിബിൾ? കേൾക്കാം മാതാജി. ഓക്കെ, താങ്ക് യു. സോ ഇപ്പൊ മാതാജി പറഞ്ഞ പോലെ എല്ലാ ആഴ്ചയും നമ്മൾ ഹരിനാമത്തിന്റെ മഹിമ പറഞ്ഞുകൊണ്ട് വരുവാണ്. പക്ഷെ എത്ര പറഞ്ഞാലും മതിയാവില്ല എന്ന് പറയുന്നത് ബിക്കോസ് കൃഷ്ണന് ഒരുപാട് അൺലിമിറ്റഡ് നാമങ്ങളുണ്ട്, ഒരുപാട് നാമങ്ങളുണ്ട്. അതുപോലെ കൃഷ്ണന്റെ മഹിമ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്, അത് എത്ര പറഞ്ഞാലും തീരില്ല. ഓക്കെ, സോ മച്ച് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദാറ്റ്. ഇപ്പൊ കഴിഞ്ഞ കുറെ ആഴ്ചയായിട്ട് നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് വരുവാണ്. ഇനിയിപ്പോ ഞാൻ ഇന്ന് മുകുന്ദമാല, ഓക്കെ, മുകുന്ദമാല അതിന്ന് ദാറ്റ് വാസ് റിട്ടൺ ബൈ കുലശേഖര ആൾവാർ. കുലശേഖര ആൾവാർ എഴുതിയ ആ മുകുന്ദമാല ആ സ്തോത്രത്തിൽ നിന്ന് ഒരു 7 points, just 7 points, and maybe time കിട്ടിയ 2 stories. ഓക്കെ, small stories to tell you, മനസ്സിലാക്കാൻ. ഓക്കെ, മുകുന്ദമാല സ്തോത്രത്തിൽ ഒരെണ്ണം പറയുന്നത്, നമുക്ക് എല്ലാവരുടെ ഗോൾ എന്താണ്? നമ്മൾ ഹ്യൂമൻ ലൈഫ്, ദാറ്റ് ഈസ് നമ്മളുടെ മനുഷ്യ ജീവിതത്തിന്റെ ഇത് നമ്മൾ എങ്ങനെയെങ്കിലും തിരിച്ച് ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് അവിടെ ഭഗവാനെ സേവ ചെയ്യണം. അതാണ് നമ്മളുടെ ഗോൾ. അതില് ഒരുപാട് നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ ഒരുപാട് സോ മെനി ഇംപെഡിമെന്റ്സ് are there, so many തടസ്സങ്ങളുണ്ട്. എന്താണ് ഈ തടസ്സങ്ങൾ? ഓക്കെ, ഇതാണ് 7 എണ്ണം കുലശേഖര ആൾവാർ ഹാസ് മെൻഷൻഡ്. അതില് ഒരെണ്ണം കൺഫ്യൂഷൻ, വ്യാമോഹം. നമ്മളുടെ മനസ്സ് മുഴുവൻ ഒരുപാട് അനർത്ഥാസ് ഉണ്ട്. അത് നമ്മളെ ഭഗവാന്റെ ഇതിലെ കൊണ്ടുപോകാൻ കുറച്ച് ഇറ്റ് ഈസ് പുട്ടിങ് ഇംപെഡിമെന്റ്സ് ഫോർ us. പക്ഷെ അത് എങ്ങനെ മാറിക്കിട്ടും? നമുക്ക് അനർത്ഥാസ് ഉള്ള കാലം വരെ നമ്മളുടെ മനസ്സിലെ ഭഗവാൻ മാത്രം വന്നിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ഓൾ ദാറ്റ് ഹാസ് ടു ബി റിമൂവ്. നമ്മളുടെ മനസ്സിന് അതൊക്കെ മാറ്റണം. അത് എങ്ങനെ മാറ്റും? ഓൺലി ബൈ ചാണ്ടിങ്. ഈ ഹരിനാമം ചാണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അത് ഒരുപാട് കാലം ഇങ്ങനെ ചെയ്യണം. അല്ലാണ്ട് 2 ദിവസം ചെയ്തു എന്റെ മനസ്സ് മാറി എന്നല്ല. യു കീപ് ഓൺ ചാണ്ടിങ് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിന് ആ വേണ്ടാത്ത ആ സ്വഭാവങ്ങളും ആ ചിന്തകളും ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മാറിക്കിട്ടും. പിന്നെ മനോവൃത്തി, സെക്കൻഡ് പോയിന്റ് ഇസ് മനോവൃത്തി. ദാറ്റ് മീൻസ് നമ്മളിപ്പോ ഭൗതിക തോട്ട് പ്രോസസ് ആണ് നമ്മൾ ചിന്തിക്കണതൊക്കെ ഭൗതിക കാര്യങ്ങൾ ചിന്തിക്കും. അത് എങ്ങനെയാണ് ഈ നാമം ചൊല്ലുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആത്മീയ ചിന്തയായിട്ട് മാറും.
എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ കൊച്ചുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കും. നമ്മൾ എന്താ കഥ പറഞ്ഞു കൊടുക്കണം? ഫെയറി ടെയിൽസ് ഓ സോ മെനി സ്റ്റോറി ബുക്സ് ഉണ്ട്, അതൊക്കെ വായിച്ചിട്ട് അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഭൗതിക സ്റ്റോറീസ് ആണ്. പക്ഷെ നമ്മൾ ഈ നാമം ചൊല്ലി വരുമ്പോ നമ്മളുടെ മനസ്സ് മുഴുവൻ കൃഷ്ണ, രാമ, ഗോവിന്ദ, ഈ നാമം ഇങ്ങനെ വരുമ്പോ നമ്മൾ പിള്ളേർക്ക് ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. സോ ഹൗ വി ആർ ചേഞ്ചിങ് ഫ്രോം, എങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഭൗതികത്തിൽ നിന്ന് ആത്മീയത്തിലേക്ക് മാറി വരും. വി ആർ ചേഞ്ചിങ് ഇറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് വൺ. അനദർ പോയിന്റ് ഈസ് ദൈത്യേന്ദ്രം. ദാറ്റ് മീൻസ് ഭഗവാൻ എന്തിനാണ് അവതരിച്ചത്? ഇവിടെ ഉള്ള അസുരന്മാരൊക്കെ വധിക്കാനാണ്. അതുപോലെ ഈ നാമം ചൊല്ലി, ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ നമ്മളുടെ മനസ്സിലുള്ള അസുരന്മാരൊക്കെ മാറിക്കിട്ടും. ഏതാണ് ഈ അസുരന്മാർ? ഈ വേണ്ടാത്ത ചിന്തകളാണ്. സോ മെനി അൺവാണ്ടഡ് തിങ്സ് വി ഹാവ് സ്റ്റോർഡ് ഇൻ അവർ മൈൻഡ്സ്. എത്രയോ ജന്മങ്ങളായിട്ട് നമ്മളുടെ മനസ്സിൽ കയറിക്കൂടിയ ഒരുപാട് വേണ്ടാത്ത ചിന്തകളൊക്കെ ഉണ്ട്. ഹൗ ഡു ഐ ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്? ഐ ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ് ഓൺലി ബൈ ചാണ്ടിങ്. ഇല്ലെങ്കിൽ എൻ്റെ മനസ്സ് മുഴുവൻ ഇറ്റ് ഈസ് ഫുൾ. ഒരു വീട്ടില് ഒരു റൂം മുഴുവൻ സാധനം ഇട്ടാൽ ആ സാധനത്തിൽ പുതിയ സാധനം വെക്കാൻ പറ്റില്ല. അപ്പൊ പഴയ സാധനമൊക്കെ മാറ്റണം. അതുപോലെയാണ് നമ്മളുടെ മനസ്സിലിരിക്കുന്ന ഈ ചിന്തകളൊക്കെ മാറ്റിയാൽ കൃഷ്ണൻ അവിടെ വന്ന് താമസിക്കാൻ ഇറ്റ് വിൽ ബി ക്ലീൻ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പോയിന്റ് ഈസ് സഞ്ജീവനം. ദാറ്റ് മീൻസ് ഹരിനാമം എന്ന് പറയുന്നത് ഈ സഞ്ജീവനം എന്ന് നമ്മൾ കേട്ടത് എവിടെ? രാമായണത്തില് ഹനുമാൻ ആ സഞ്ജീവന മൂലി കൊണ്ടുവന്നിട്ട് കാണിക്കുമ്പോ അതിന്റെ ഇത് കൊടുക്കുമ്പോ, അതിന്റെ സ്മെൽ വരുമ്പോ ഈ വാനരങ്ങളും ലക്ഷ്മണൻ ഇവരൊക്കെ ബോധം കെട്ടി കിടക്കുമ്പോ അവർക്ക് ബോധം തിരിച്ചു കിട്ടും. അതുപോലെയാണ് നമ്മളിപ്പോ ഭഗവാനെ മറന്നുപോയിട്ട് നമ്മളുടെ ആത്മാ ഒരു ഉറക്കത്തിലാണ്. ആ ഉറക്കത്തിൽ നിന്ന് നമ്മളെ എങ്ങനെയാണ്, ഹൗ ഡു യു ഗെറ്റ് അപ്പ് ഫ്രം ദാറ്റ്? ഓൺലി ബൈ സംതിങ് കോൾഡ് സഞ്ജീവനം പോലെ ഒരു മൂലിക പോലെയാണ് ഈ ഹരിനാമം. ഇറ്റ് ഈസ് എ സഞ്ജീവനം, ഇറ്റ് ഈസ് എ മന്ത്ര. ദാറ്റ് മന്ത്ര ഈസ് ആസ് ഗുഡ് ആസ് എ സഞ്ജീവനം ഹെർബ്. അതുപോലെയാണ്. അപ്പൊ ആ മന്ത്ര ചൊല്ലുമ്പോ നമ്മളുടെ ഉറങ്ങിക്കിടക്കുന്ന ആത്മ ഭഗവാനെ ഓർക്കും. അതുവരെ ഭഗവാന്റെ സേവകനാണ് ഇരുന്ന് ആണ് ഈ ആത്മ, പക്ഷെ മറന്നുപോയി. അപ്പൊ ഇത് ഉറങ്ങിക്കിടക്കുവാണ്, ഇപ്പൊ ഭൗതിക ചിന്തയിൽ ഉറങ്ങിക്കിടക്കുവാണ്. അതിനെ ഉണർപ്പിക്കും സഞ്ജീവനം. ഓക്കെ, സോ ദി നെക്സ്റ്റ് പോയിന്റ് ഹി ടോക്സ് ഈസ് അബൌട്ട് ഹൗ നമ്മൾക്ക് ഒരുപാട് വയസ്സാവുമ്പോ നമ്മൾക്ക് വേറെ ഒരു സേവയും ചെയ്യാൻ പറ്റില്ല. ഭഗവാനെ സേവ ചെയ്യണം എന്നാണ് നമ്മളുടെ ഗോൾ. പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല നമ്മൾക്ക്. വയസ്സായി, നമുക്ക് എഴുന്നേക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. വൺ തിങ് വി ക്യാൻ ഡു, വാട്ട് വി ക്യാൻ ഡു ഇസ് ചാന്റ്. നമുക്ക് നാമം ചൊല്ലാം. അത് ലൗഡായിട്ട് ചൊല്ലുമ്പോ നമുക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടും, അത് കേൾക്കുന്നവർക്കും കിട്ടും. അതിനെക്കുറിച്ച് ഒരു ചെറിയ സ്റ്റോറി ക്വിക്ലി ഐ വിൽ ടേക്ക് ബിഫോർ ഐ ഗോ ടു ദ നെക്സ്റ്റ് 2 പോയിന്റ്സ്. ഓക്കെ, ഇത് വന്നത് വരാഹ പുരാണത്തിലാണ്. വരാഹ പുരാണത്തിൽ ഒരു ബ്രാഹ്മണൻ വാനപ്രസ്ഥം ആ വനത്തിൽ ഇരുന്നിട്ട് ലൗഡായിട്ട് നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, ഹരിനാമം. ലൗഡായിട്ട് ചൊല്ലുമ്പോൾ ആ ബ്രാഹ്മണൻ അതിൽ തന്നെ മൂழ்കിപ്പോയി. He forgot everything around him. He is just chanting, concentrating on the chanting. ആ സമയം ഒരു ടൈഗർ അവിടെ വന്നു, ഒരു പുലി. ആ പുലി വന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്തിനാ? ബ്രാഹ്മണന്റെ തിന്നാൻ. അപ്പൊ അവിടെ നോക്കിയിരുന്നിട്ട് ആ ബ്രാഹ്മണൻ ഇതൊന്നും അറിഞ്ഞില്ല, പാവം. ബിക്കോസ് അങ്ങനെ ആ നാമത്തിൽ തന്നെ മൂழ்കിപ്പോയി. ആ സമയം ഒരു ഹണ്ടർ, ഒരു വേടൻ അവിടെ വന്നു. വേടൻ വന്നിട്ട് ഈ പുലീനെ കണ്ടു. വാട്ട് ഹി ഡിഡ്, അമ്പ ചെയ്തിട്ട് ആ പുലി ഇങ്ങനെ ചാടാൻ വരുമ്പോ ഹി കിൽഡ് ദ ടൈഗർ. അപ്പൊ ആ സമയം ടൈഗർ മരിച്ചുപോയി. പക്ഷെ മരിച്ചു പോയാലും ടൈഗറുടെ ആത്മാ എവിടെ പോയി? ഭഗവാന്റെ അടുത്ത്. അതിന് മുക്തി കിട്ടി. ഭഗവാന്റെ അടുത്തിൽ അതിന് മുക്തി കിട്ടി. എങ്ങനെ മുക്തി കിട്ടി? ബിക്കോസ് ഈ ഹരിനാമം ലൗഡായിട്ട് ചാണ്ട് ചെയ്യുമ്പോ ആ പുലിക്കും അതിന്റെ ചെവിയിലും വീണു. ഈ ആനിമൽസ്, ഇൻസെക്ട്സ്, ഇവർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല, പക്ഷെ അവർക്ക് കേൾക്കാം. ആ കേൾക്കുമ്പോഴാണ് അവർക്ക് ആ ഇത് കിട്ടണത്. അങ്ങനെ അതിനെ കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നാമം ചൊല്ലണം, നാമം ലൗഡായിട്ടും ചൊല്ലണം. പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത് ഹോളി നെയിം വിൽ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് അവർ ഫിയേഴ്സ്. നമ്മളുടെ ഭയം ഒക്കെ ഈ നാമജപം ചെയ്യുമ്പോൾ നമ്മളുടെ എല്ലാ ഭയവും മാറിക്കിട്ടും. എന്താണ് ഭയം? ഞാൻ എവിടെ പോവും? ഈ ശരീരം ഉപേക്ഷിക്കുമ്പോ എവിടെ പോവും? എവിടെയാണോ പോണത്? എൻ്റെ കൂടെ ആരും ഇല്ലല്ലോ, ഒറ്റയ്ക്കാണല്ലോ. ഇതൊന്നും നമ്മൾ അറിയില്ല. പോയവരാരും നമ്മളുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെയാണ് പോണത്. സോ ഇറ്റ് ഈസ് എ ഭയം. അറിയാത്തത് ഒരു ഭയമാണ്. ബട്ട് നമ്മൾ ചാണ്ടിങ് ചെയ്ത് നാമം ചൊല്ലുമ്പോ ആ നാമം നാവില് വന്നുകൊണ്ടിരിക്കുമ്പോ എന്ത് പറ്റും? നമ്മളുടെ മനസ്സിലും ആ നാമം ഇരുന്നു പോകും.
We keep thinking of Bhagavan when we are chanting. Automatic ആയിട്ട് തിങ്കിങ് വരും. ഇനീഷ്യലി വരില്ല, കുറെ കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ചാണ്ടിങ് നാവില് നാമം വരുമ്പോ ഭഗവാൻ മനസ്സിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അപ്പൊ ഈ ഭഗവാൻ എന്ന് പറയുന്നത് എന്റെ കൂടെ എപ്പോഴും ഉണ്ട്. ഈ ഭഗവാൻ എന്ന് പറയുന്നത് ആരാ? ഈസ് ദ മോസ്റ്റ് പവർഫുൾ പേഴ്സൺ, മോസ്റ്റ് പവർഫുൾ. അപ്പൊ ഇത്രയും ഒരു പവർഫുൾ പേഴ്സൺ എന്റെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ പേടിക്കണത്? ഒന്നും പേടിക്കാനില്ല. അപ്പൊ ആ പേടിയും നമ്മൾക്ക് മാറിക്കിട്ടും. ആ പേടി ഓൾസോ വിൽ ഗോ ഫ്രം us. So now the last point what he says is all auspiciousness is obtained by chanting. Auspiciousness എല്ലാ ഐശ്വര്യങ്ങളും നമ്മൾക്ക് കിട്ടും. എങ്ങനെ? ഈ നാമജപം പറയും, നാമം പറയുന്നത്. നൗ അതെന്താണ് ഈ ഓസ്പിഷ്യസ്നെസ്? ദാറ്റ് ഈസ് നമ്മൾ എവിടുന്ന് വന്നു, ഭഗവാനെ സേവിച്ചുകൊണ്ടിരുന്നു, ഭഗവാന്റെ കൂടെ ഇരുന്നു, ആ ഒരു ഗോലോകത്തിലുള്ള ആ സകല ഐശ്വര്യത്തിൽ നമ്മൾ ഇരുന്നു. എന്തോ ഒരു കാരണം കൊണ്ട് ഇവിടെ താഴെ വന്നു കഴിഞ്ഞു. അപ്പൊ നമുക്ക് നാമം ചൊല്ലി 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 വരുമ്പോ ഭഗവാന്റെ അടുത്ത് നമ്മൾക്ക് ആ സെയിം ഗോലോകത്തിലോ വൈകുണ്ഠത്തിലോ അവിടെ ഡയറക്റ്റ് ആയിട്ട് പോയി ഭഗവാനെ സേവിക്കാൻ, ഡയറക്റ്റ് സേവ ചെയ്യാൻ കിട്ടാൻ നമുക്ക് ഈസിയാണ്. അതാണ് നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു ഇത്. എങ്ങനെ? നമ്മൾ ഈ കൊച്ചുങ്ങൾ ഇപ്പൊ ഒരു കാർണിവൽ ഇല്ലെങ്കിൽ ഒരു ഉത്സവം അവിടെ പോകുമ്പോ കൊച്ചുങ്ങൾ ലോസ്റ്റ് ആയി പോകും. ലോസ്റ്റ് ആയി പോകുമ്പോ അച്ഛനമ്മയെ ഇങ്ങനെ തിരക്കി നടക്കുമ്പോ അച്ഛനെ കാണുമ്പോ അമ്മയെ കാണുമ്പോ ഓടിയെത്തും സന്തോഷം. അതുപോലെയാണ് നമ്മൾക്കും. നമ്മൾ തിരിച്ച് ഗോലോകത്തിൽ പോകുമ്പോ നമ്മളുടെ അച്ഛന്റെ അടുത്താണ്, നമ്മളുടെ ഹീസ് അവർ ഫാദർ, ഹീസ് അവർ മദർ. നമ്മൾ പോകുമ്പോ നമുക്ക് ആ ഒരു സന്തോഷം, ആ സെയിം ഇത് നമ്മൾക്ക് ഈ നാമജപം ചെയ്യുമ്പോ നമുക്ക് ആ ഒരു ഇത് നമ്മൾക്ക് തീർച്ചയായും കിട്ടും. So these are the 7 points. I want to tell you one more little story. Mataji, do I have time? Another 3 minutes? Can I take another 2-3 minutes? Of course. Okay, Mataji, no problem. Okay, so I'll make it fast. Yeah, I'll tell it fast. ഇത് ഒരു 15 കൊല്ലം മുമ്പ് ഇവിടെ നടന്ന ഒരു സ്റ്റോറിയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സില് ഒരു സ്ഥലത്തില് ഒരു ഡിവോട്ടീസ് ഉണ്ടായിരുന്നു, ഭക്തന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു മാതാജി ഉണ്ടായിരുന്നു. ആ മാതാജിക്ക് പെട്ടെന്ന് ഒരു സ്ട്രോക്ക് വന്ന് താഴെ പോയപ്പോ ആ മാതാജിയുടെ മോള് വേറെ ഒരു സ്റ്റേറ്റിലായിരുന്നു, ന്യൂയോർക്കിൽ എവിടെയോ ഉണ്ടായിരുന്നു. ആ മോള് ഇതിലൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അവരെ വിളിച്ചു പറഞ്ഞു, അമ്മ ഇങ്ങനെ സ്ട്രോക്ക് ആണ്, ഞങ്ങൾ ഇവിടെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. മോള് വന്ന് പറഞ്ഞു, നോ ഐ വോണ്ട് ടു ടേക്ക് കെയർ ഓഫ് മൈ മദർ, ഐ എം ടേക്കിംഗ് ഹർ എന്ന് പറഞ്ഞ് അമ്മയെ കൊണ്ടുപോയി. ഇവരെ പറഞ്ഞിട്ട് കേട്ടില്ല, കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് യാതൊരു കോണ്ടാക്ട് ഇല്ലായിരുന്നു. ഒരു 3-4 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെയുള്ള ഭക്തന്മാർ ആ ന്യൂയോർക്ക് സ്റ്റേറ്റിൽ തന്നെ പോയി. അവിടെ പോയപ്പോ ഈ മാതാജി എവിടെ എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഒരു ആള് പറഞ്ഞു, ഇവിടെ ഒരു ഹോസ്പിസ് ഉണ്ട്, വേർ ഓൾഡ് പീപ്പിൾ ആർ സ്റ്റേയിങ് ദർ, അവിടെ ചെന്ന് നോക്കെന്ന് പറഞ്ഞു. അവിടെ പോയി. അവിടെ പോയപ്പോ എന്താ, അവിടെ ഒരു ഓൾഡ് മാതാജി, അതാണ് ഇവിടുന്ന് പോയ ആ മാതാജി. വയസ്സായി പാവം സ്ട്രോക്ക് ഒക്കെ കഴിഞ്ഞിട്ട് മെമ്മറി പോയി, ഓർമ്മശക്തി പോയി. അവിടെ ഇരുന്ന് എന്തോ ഐസ്ക്രീമോ എന്തോ കഴിച്ചുകൊണ്ട് ബെഡിൽ ഇരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് സന്തോഷത്തിൽ ചെന്നിട്ട്, ഓ മദർ ഈഷ, മാതാജി, ഈഷ ആണ് മാതാജിയുടെ പേര്, ഈഷ മാതാജി എന്ന് പറഞ്ഞ സന്തോഷത്തോടു കൂടി അവിടെ പോയി ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞപ്പോ മാതാജി ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞു. പക്ഷെ വേറെ ഒരു ഓർമ്മയും ഇല്ല, ഓർമ്മശക്തി ഇല്ല, ഇവർ ആരാണ് എന്താണ്, വേറെ എന്ത് പറഞ്ഞാലും ആൻസർ ഇല്ല. ഓൺലി വൺ തിങ്, ഹരേ കൃഷ്ണ. അത് കഴിഞ്ഞിട്ട് ഇവർ അരമണിക്കൂർ അവിടെ ഇരുന്നു, സങ്കടമായിട്ട് തിരിച്ചു പോയി. പോകുമ്പോ അവിടെ ഒരു നേഴ്സ് പറഞ്ഞു, വെള്ളിയാഴ്ച 11 മണിക്ക് ഇവിടെ വരുമെന്ന് പറഞ്ഞു. അപ്പൊ വെള്ളിയാഴ്ച 11 മണിക്ക് ഇവർ അവിടെ വന്നു. അവിടെ വന്നപ്പോ എന്താ കണ്ടത്, ഒരു സർക്കിളില് ഒരു 15-20 ആൾക്കാർ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ മാതാജി ഹരേ കൃഷ്ണ മഹാമന്ത്രം പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ പാട്ട് എല്ലാവരും ഹരേ കൃഷ്ണ പാടുന്നുണ്ട്. അപ്പൊ ഈ ഭക്തന്മാർ വിചാരിച്ചു, ഇതിനെ കൂടുതൽ നമ്മൾക്ക് എന്ത് വേണം, ഇത് മാത്രം മതി നമ്മൾക്ക് തിരിച്ചു ഭഗവാന്റെ അടുത്ത് പോകാൻ. അത് ഈ മാതാജി എങ്ങനെ കിട്ടി? ഓൺലി ബൈ ചാണ്ടിങ് ഹരേ കൃഷ്ണ ഓൾവേസ്, എപ്പോഴും നാമം ചൊല്ലി ചൊല്ലി കിട്ടി. അതാണ് നമ്മൾ പറയുന്നത്, നാമജപം വിടരുത്, എപ്പോഴും യു കീപ് ചാണ്ടിങ്. അതാണ് നാമജപത്തിന്റെ പവർ. Okay, thank you Mataji for giving me extra time. Okay, Hare Krishna all of you. ഈ മാതാജി, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ആ 7 പോയിന്റ്സിൽ ഫസ്റ്റ് 2 ഒന്ന് പറയൂ. First was Vyamohan, confusion. Second was Manovritti. That means our general material thought process is changed to spiritual process by chanting. Thank you, Mataji. Hare Krishna.
അപ്പൊ ഹരേ ഇനി കൃഷ്ണ. നമുക്ക് അടുത്ത മെയിൻ സെഷനിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് ഗീതാ ശ്ലോകങ്ങള് പറയാൻ വന്നിരിക്കുന്നത് വിദ്യാസ്വരൂപിണി ദേവിദാസി മാതാജിയാണ്. മാതാജിയെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. മാതാജി ചെറുപ്പത്തിൽ മുതൽ ദുബായിലായിരുന്നു. അവരുടെ സ്കൂളിംഗ് ഒക്കെ ദുബായിലായിരുന്നു. പിന്നെ ഇസ്കോണുമായിട്ട് അവിടെ ചിൽഡ്രൻ ക്ലാസ്സിൽ നല്ല ആക്റ്റീവായിട്ട് കുട്ടികളുടെ ക്ലാസ്സിലൊക്കെ അവിടെ പരമേശ്വര പ്രഭുവിന്റെ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഗീതാ പരമേശ്വരി മാതാജിയുടെ ക്ലാസ്സിലായിരുന്നു അറ്റൻഡ് ചെയ്തത്. പിന്നെ അവര് കേരളത്തിൽ തിരിച്ചു വന്നു. അവര് ബിടെക് എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തു രാജഗിരിയിൽ നിന്ന്. പിന്നെ എംടെക് ക്യുസാറ്റിൽ നിന്ന് എംടെക് കഴിഞ്ഞു. പിന്നെ വർക്കിംഗ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇപ്പൊ ലെക്ചററായിട്ട് വർക്ക് ചെയ്യുന്നു. നൗ ഇൻ ക്യുസാറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. മാതാജി ജയപതാക സ്വാമി മഹാരാജിന്റെ ഡിസൈപ്പിൾ ആണ്. 2021 അവര് വിദ്യ അയ്യറുള്ളത് വിദ്യാസ്വരൂപിണി ദേവിദാസിയായി ദീക്ഷ സ്വീകരിച്ചു. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം മാതാജി വളരെ ആക്റ്റീവാണ്. കൊച്ചി ഇസ്കോണുമായിട്ട് ആക്റ്റീവാണ്. ബാംഗ്ലൂർ ഇസ്കോണുമായിട്ട് ആക്റ്റീവാണ്. പിന്നെ ഗോപാൽ സ്കൂൾ ഓഫ് വാല്യൂ എഡ്യൂക്കേഷനിലെ ഫാക്കൾട്ടിയും കൂടെയാണ്. അപ്പോൾ മാതാജിയുടെ ക്ലാസ് ഇന്ന് നമുക്ക് ആസ്വദിക്കാം. ഹരേ കൃഷ്ണ. വെൽക്കം ടു യു മാതാജി. Hare Krishna, Mataji. Thank you so much. So Hare Krishna, dear devotees. വോള്യം കുറച്ച് വോള്യം. ഇപ്പൊ കേൾക്കാവോ Mataji? കേൾക്കാം. So Hare Krishna, dear devotees. Please accept my humble obeisances. All glories to Srila Prabhupada. All glories to Guru Maharaj. So we are going to discuss a very interesting chapter, 9th chapter. മൈക്കിന്റെ കൂടെ അടുത്ത് ഒന്ന് കുറച്ച് വോള്യം കുറവാണ്. Just a second, Mataji. Just let me know ഇത് കേൾക്കുന്നുണ്ടോന്ന്. ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം. ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്, ക്ലിയർ. Okay. So Hare Krishna devotees. അപ്പൊ ഇന്ന് we are going to see എന്താ ഭഗവത്ഗീത 9ാമത്തെ അധ്യായത്തില് രാജവിദ്യ രാജഗുഹ്യം ചാപ്റ്റർ. അപ്പോ പ്ലീസ് ഫോർഗീവ് മീ, ഞാൻ സംസാരിക്കുമ്പോൾ മലയാളം അത്ര ക്ലിയർ ആയിട്ട് വരത്തില്ല. സോ മിക്സ്ചർ ആയിരിക്കും മലയാളവും ഇംഗ്ലീഷും. സോ പ്ലീസ് ബെയർ വിത്ത് മീ. നോ ഇഷ്യൂസ്. ഉപജ്ഞാനതിമ്രാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ गुरवे नमः. नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताक स्वामिनिति नामिने. नमाचार्यपादाय नताय कृपप्रदायिने गौरकथाधामताय नगरग्रामतारिणे. नमः ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने. नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे. श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा devotees. So ഇന്നത്തെ ചാപ്റ്റർ 9ാമത്തെ അധ്യായം നമ്മൾ നോക്കാൻ പോകുന്നത് ശ്ലോക നമ്പർ 18 to 32. അപ്പോ before we start, and I have to say this, but the Vaikimbo will understand how mercifully Prabhupada has given us all this. And to be honest, oru vakum Prabhupada ഇവിടെ എഴുതിയിരിക്കുന്നത് is a great realization for all of us. Appo even for me, for me, I got attracted or attached to ISKCON or the philosophy in ISKCON only because of Prabhupada and the words and his life experience. So I pray to Srila Prabhupada that he gives me the blessings to present all the messages in Bhagavad Gita as it is, as Krishna wants, as Sri Chaitanya Mahaprabhu wants to all of you. Hare Krishna. About the 18th sloka of Mataji, shall I read it in English? English and എൻ്റെ കയ്യിൽ മലയാളം ബുക്കില്ല. ഓക്കെ, ഞാൻ മലയാളം വായിക്കാം മാതാജി.
Okay, okay, Mataji. Thank you. ഞാൻ പിന്നെ സംസാരിക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, ശ്ലോകം മുതൽ വായിച്ചാ 18 മുതൽ വായിച്ചാൽ മതിയല്ലോ. മതി Mataji. ശ്ലോക യു ക്യാൻ റീഡ് മാതാജി. Okay, fine. गतर भर्ता प्रभु साक्षी निवास शरणं सुहृत प्रभवः प्रलय स्थानं निधानं बीजमव्ययम्. വിവർത്തനം: ലക്ഷ്യവും ഭരണകർത്താവും പ്രഭുവും സാക്ഷിയും വാസസ്ഥാനവും ആശ്രയവും ഉറ്റമിത്രവും ഞാനാകുന്നു. സൃഷ്ടിയും സംഹാരവും എല്ലാറ്റിന്റെയും അടിസ്ഥാനവും ശാശ്വതമായ ബീജവും ഞാൻ തന്നെ. താങ്ക് യു മാതാജി. അപ്പൊ ഇവിടെ 18th ശ്ലോകത്തില് 18ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നത് ഭഗവാനാണ് എല്ലാത്തിന്റെയും ഗോൾ, ഓർ ഹി ഈസ് ദ അൾട്ടിമേറ്റ് ഗോൾ. അപ്പൊ ഇത് നമ്മൾ അൾട്ടിമേറ്റ് ഗോൾ ആൻഡ് സസ്റ്റെയിനർ. അപ്പൊ ഭർത്ത എന്ന് പറയുമ്പോൾ വൺ ഹു നറിഷസ്, ആരാണോ നമ്മളെ സസ്റ്റെയിൻ ചെയ്യുന്നത്, ആരാണോ നമുക്ക് എല്ലാം നൽകി നമ്മളെ ഉയർത്തി കൊണ്ടുവരുന്നത്, അദ്ദേഹത്തിനെയാണ് സസ്റ്റെയിനർ എന്ന് പറയുന്നത്, ഓർ നറിഷർ. പിന്നെ ഭഗവാനാണ് എല്ലാവരുടെയും മാസ്റ്റർ ഓർ ദ ലോർഡ് ഓർ പ്രഭു. ആൻഡ് ദ വിറ്റ്നസ്, എല്ലാത്തിനും സാക്ഷിയായിട്ട് നിൽക്കുന്ന ഭഗവാനാണ്. പിന്നെ ഭഗവാനാണ് എല്ലാത്തിന്റെയും നമ്മുടെ ഫൈനലായിട്ട് നമ്മൾ എത്തിച്ചേരേണ്ടത്, ദ ലാസ്റ്റ് അബോർഡ് ഇസ് ഭഗവാൻ. ആൻഡ് ഹി ഈസ് ദ ഫൈനൽ റെഫ്യൂജ് ആൻഡ് വെൽ വിഷർ. ഇപ്പൊ വെൽ വിഷർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും സുഹൃത്തും ആൻഡ് ശരണം, ഇതിവിടെ സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്നു നിവാസ ശരണം സുഹൃത്ത്, എല്ലാം ഭഗവാനാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാൻ ഇത് ഒരു ശ്ലോകം മാത്രമല്ല, ബട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനൊരു നല്ലൊരു കഥയുണ്ട്. അപ്പൊ പണ്ടൊരിക്കല് ഒരു 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 വയസ്സായ ഒരു സ്ത്രീ, അപ്പൊ ആ സ്ത്രീയുടെ കയ്യിൽ മാതാജിക്ക് അധികം പണമൊന്നുമില്ല, ആഹാരം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ആഹാരമൊന്നും എവിടെയും കിട്ടുന്നില്ല, മീൻസ് ആ ഭക്ഷണത്തിനുള്ള സൗകര്യം ഇല്ല, അതിനുള്ള പണവും ഇല്ല. പിന്നെ താമസം തന്നെ ഒരു ചെറിയ കുടിലാണ്. അപ്പൊ മഴയും തണുപ്പും ഒക്കെ വരുമ്പോഴത്തേക്കും അതിന് തകുന്ന പോലത്തെ വസ്ത്രങ്ങളില്ല. അപ്പൊ ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു മാതാജിയായിരുന്നു, വയസ്സായ ഒരു മാതാജി. അപ്പൊ ആ മാതാജി ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കും, ഞാൻ ഇന്ന് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അത് ഭഗവാൻ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. കാരണം ഭഗവാനാണ് എല്ലാവർക്കും പോഷണം നൽകുന്നത്, നരീഷ്. ഇവിടെ പറയുന്നത് ഗദർ ഭർത്ത, സോ ദ വൺ ഹു നരീഷ്, നമ്മളെ ഒക്കെ നരീഷ് ചെയ്യുന്നതും ഭഗവാനാണ്. അപ്പൊ ഭഗവാൻ വിചാരിച്ചാ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. അപ്പൊ ആ മാതാജിക്ക് ഭഗവാന്റെ അടുത്ത് അത്രത്തോളം ഫെയ്ത്തും വിശ്വാസവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കെ ആ മാതാജിയുടെ ഈ ഭക്തി കണ്ടിട്ട് ആൾക്കാർക്കൊക്കെ അറിയാം മാതാജി എത്രത്തോളം ഭക്തി ഉണ്ട് ഭഗവാന്റെ അടുത്ത്. അങ്ങനെ ആ മാതാജി പറയും, ഞാനിപ്പോ ഇത്രയും കാലം ഈ ഒരു അവസ്ഥയിൽ നിലനിൽക്കണമെങ്കിൽ അത് ഭഗവാൻ കാരണം മാത്രമാണ് ഇതൊക്കെ പറ്റുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കെ ആ ഒരു സ്ഥലത്തില് അവിടെ ഒരു ഭയങ്കര ധനികനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, ഈ മാതാജിയെ ഞാൻ ഒന്ന് പാഠം പഠിപ്പിക്കണം, എല്ലാം ഭഗവാനാണ് നൽകുന്നതെന്ന് പറയുന്നു, എന്നിട്ട് കണ്ടോ എന്തൊരു അവസ്ഥയിലാണ് ജീവിക്കുന്നത്. അപ്പൊ ഞാൻ ഈ മാതാജിക്ക് ഞാൻ എല്ലാം നൽകാൻ പോവാ, ഞാൻ ആഹാരം കൊടുക്കും, നല്ലൊരു വീട് പണിയത് കൊടുക്കാം, വസ്ത്രങ്ങളെല്ലാം നൽകാം, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെ ഇദ്ദേഹം ഈ ഇത്രയും പ്രൗഢിയായ ആധുനികനായ ഒരു ആള് ആ മാതാജിക്ക് എല്ലാം കൊണ്ടുപോയി കൊടുത്തു വീട്ടില്. എന്നിട്ട് പറഞ്ഞു, കണ്ടോ നിങ്ങളുടെ ഭഗവാൻ നിങ്ങൾക്കൊന്നും തന്നില്ല, പക്ഷെ ഞാനാണ് നിങ്ങൾക്ക് ഇതൊക്കെ തന്നത്. എന്നിട്ട് പറഞ്ഞു, അപ്പൊ ഞാനല്ലേ നിങ്ങളുടെ ഭഗവാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ മാതാജി അദ്ദേഹത്തിനെ നോക്കി ചിരിച്ചു. എന്നിട്ട് അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു, എന്തിനാ ചിരിക്കുന്നേ എന്ന്. അപ്പൊ മാതാജി പറഞ്ഞു, ഭഗവാന്റെ ആ കാരുണ്യം ഓർത്ത് ഞാൻ ചിരിച്ചതാ, അല്ലെങ്കിൽ ആ ഭഗവാന് ഒരു അവിശ്വാസിയായോ അല്ലെങ്കിൽ ഒരു ഇത്രയും ഇത്രയും പ്രൈഡും ഇത്രയും അഹങ്കാരമുള്ള താങ്കളിലൂടെ ഈ ഒരു ഭഗവാൻ എനിക്ക് എല്ലാം നൽകി. അപ്പൊ ഭഗവാൻ ക്യാൻ വർക്ക് ത്രൂ എനിവൺ. ഈ ലോകത്തിന്റെ എല്ലാത്തിന്റെയും നാഥനാണ് ഭഗവാൻ. അപ്പൊ ആ ഭഗവാനാണ് എല്ലാരെയും കൺട്രോൾ ചെയ്യുന്നത്. ഒരു ധനികനായ വ്യക്തിയാണെങ്കിലും ഒരു
പാവമായ മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും ചെടിയാണെങ്കിലും എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ഭഗവാനാണ്. അപ്പൊ ആ ഭഗവാനാണ് ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്തിട്ട് ഈ മാതാജിക്ക് ഇത് കൊണ്ടുപോയി നൽകാൻ പ്രേരിപ്പിച്ചത്. അപ്പൊ ബട്ട് അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല. പക്ഷെ മാതാജിക്ക് മനസ്സിലായി കൃഷ്ണ ഇസ് ദ കൺട്രോളർ, ഭഗവാൻ ഇസ് ദ കൺട്രോളർ ഓഫ് എവ്രി വൺ, ഈവൻ ആൻ എയ്ത്തീസ്റ്റ്. സോ ആ ഭഗവാനാണ് എല്ലാം നമുക്ക് നൽകുന്നതെന്നുള്ള ആ ഒരു ബോധം, ആ ഒരു കോൺഷ്യസ്നെസ് ആ മാതാജിക്ക് ഉണ്ടായിരുന്നു. കാരണം ഷീ സീസ് ദ ലോർഡ് ഇൻ എവ്രിതിങ്. സോ ഹീ ഈസ് ദ മാസ്റ്റർ, ഹീ ഈസ് ദ അൾട്ടിമേറ്റ് ഗോൾ ആൻഡ് ഹീ ഈസ് എ സസ്റ്റെയിനർ ആൻഡ് ഹീ ഈസ് എ വെൽ വിഷർ ഓഫ് എവ്രി വൺ. അപ്പൊ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തപ്പോ ആ അഹങ്കാരിയായ ആ വ്യക്തി അദ്ദേഹം അറിയാണ്ട് തന്നെ ഹി വാസ് ഡൂയിങ് എ വൈഷ്ണവ സേവ. സോ കൃഷ്ണ ക്യാൻ മേക്ക് എനി വൺ ഡു എനിത്തിങ്. സോ ദിസ് ഇസ് എ ഗ്ലോറി ഓഫ് ഭഗവാൻ. അപ്പൊ ആ മാതാജ്, ആ ഒരു ഡിവോട്ടിയുടെ ആ അസോസിയേഷൻ കാരണം ഈ ഒരു വ്യക്തിക്ക് ഒരു വൈഷ്ണവ സേവ ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടി. അത് അയാൾ അറിഞ്ഞോ അറിയാണ്ടോ അത് ചെയ്തു. അപ്പൊ ദിസ് ഈസ് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്, ഹി ഈസ് എ കൺട്രോളർ ഓഫ് എവറിത്തിങ്. അപ്പൊ ഈ ഒരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ജീവിതത്തിന്റെ ഓരോരോ ഘട്ടത്തിലും, ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ്, ദാറ്റ് ഭഗവാനാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ചില സമയം എനിക്ക് ഇദ്ദേഹം ഇങ്ങനെ ചെയ്തു തന്നു എന്നൊരു ആ ഒരു കാരണം നമ്മൾ വി ഫീൽ ഇൻ ഡെറ്റ് ടു സച്ച് എ പേഴ്സൺ. അപ്പൊ ഇദ്ദേഹം കാരണമാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചതെന്നോ, ഇറ്റ് ഇസ് ഭഗവാനാണ് ഇദ്ദേഹത്തിന്റെ ലൂടെ നമുക്ക് ഇതൊക്കെ ചെയ്തു തരുന്നത്. ഈവൻ ആസ് പാരന്റ്സ് വി തിങ്ക് ഞാൻ കാരണമാണ് എന്റെ കുട്ടി ഇത്രയും വളർന്നതെന്നോ, ഭഗവാൻ ഹാസ് മെയ്ഡ് യു ദ പാരന്റ് ഓഫ് സച്ച് എ സോൾ. So it is your blessing to take care of the soul and the soul's blessing to get you as a parent, and it is all directed by Bhagavan. So ഇവിടെ നമ്മൾ ഏത് സമയത്താണ് നമ്മൾ ഈ ഭഗവാനെ ഈ പിക്ചറിന് എടുത്ത് മാറ്റുന്നത്, അപ്പോഴാണ് we become more and more entangled. So that we'll see in the next coming up slokas. So sloka number 19. Tapamyaham aham varsham nigrinam utsrijam jamicha അമൃതം ചൈവ മൃത്യുശ്ച സതശ്ച ചാഹം അർജുന. വിവർത്തനം: അലയോ അർജുന, ഞാൻ ഊർജം പ്രദാനം ചെയ്യുന്നു, മഴ പെയ്യിക്കുന്നതും നിർത്തുന്നതും ഞാൻ തന്നെ. ഞാനാണ് അമൃതവും മൃത്യുവും ആത്മാവും ജഡവസ്തുവും എന്നിലാണ്. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നത് ഹി ഈസ് അൾട്ടിമേറ്റ്. അപ്പൊ ഭഗവാൻ ആണ് എല്ലാത്തിന്റെയും he is ultimate proprietor, he is the ultimate goal, he is the ultimatum എന്ന് പറയുന്ന പോലെ. അപ്പൊ ഭഗവാനാണ് എല്ലാത്തിനെയും കൺട്രോളും ചെയ്യുന്നത്, എല്ലാം തീരുമാനിക്കുന്നതും ഭഗവാനാണ്. അപ്പൊ ഇവിടെ ഐ ഗീവ് ഹീറ്റ്, ആ ഊർജം നൽകുന്നതും, ആൻഡ് ഐ സെൻഡ് ഫോർത്ത് ആൻഡ് വിത്ത് ഹോൾഡ് റെയിൻ. അപ്പൊ നമുക്ക് മഴ പെയ്യുന്നതും മഴ പെയ്യാണ്ടിരിക്കുന്നതും എല്ലാം ഭഗവാനാണ്. ഭഗവാൻ അത് പെയ്യിക്കാനും അറിയാം. ഇറ്റ്സ് നോട്ട് ഭഗവാൻ ആയതുകൊണ്ട് എല്ലാം തരുന്ന മാത്രമല്ല, ചിലപ്പോൾ തരാണ്ടും ഇരിക്കും നമുക്ക്. So Krishna can give us and he can also not give us or withhold things. And Bhagwan ചെയ്യുന്നതെല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. So everything is controlled by the Lord. അത് നമുക്ക് we can see even Indradevന്റെ ഗോവർദ്ധൻ ലീലയിൽ we'll see though how Indra thought I am the controller, പക്ഷെ ഭഗവാൻ കാണിച്ചു I am the controller of the controllers എന്ന് പറഞ്ഞിട്ട്. അപ്പോ that is one point. And I am immortality and I am also death personified. So immortality എന്ന് പറയുമ്പോഴത്തേക്കും it is the eternal existence and death is the end. So ഇവിടെ we also see that ഭഗവാനില് both നമ്മൾ ഡുവാലിറ്റി ആയിട്ട് കാണാം. നമ്മൾ ശരി തെറ്റ്, ഗുഡ് ബാഡ്, ഹോട്ട് കോൾഡ്, സാഡ്നെസ് ഹാപ്പിനെസ്, സന്തോഷം സങ്കടം, ഇതൊക്കെ നമ്മൾ ഡുവാലിറ്റി ആയിട്ട് കാണുന്നു. ദാറ്റ് ഇസ് അത് ഈ ഭൗതിക ലോകത്തിന്റെ നേച്ചറാണ്, ടു സീ എവറിത്തിങ് ഇൻ ഡുവാലിറ്റി. പക്ഷേ ഭഗവാൻ വരുമ്പോഴത്തേക്കും ആ ഡുവാലിറ്റി ബിക്കം വൺനെസ്. സോ ഹി സേസ് ഐ ആം ബോത്ത് ഡെത്ത് ആസ് വെൽ ആസ് ഇമ്മോർട്ടാലിറ്റി. ഇപ്പൊ ജീവനും ഞാനാണ്, മൃത്യുവും ഞാനാണ്. സോ അത് നമുക്ക് പുറമേ സൂപ്പർഫിഷ്യൽ ലെവല് പുറമേ കാണുമ്പോഴത്തേക്ക് രണ്ടും വേറെ വേറെയാ തോന്നും. പക്ഷെ ഡെത്ത് ഇസ് ഓൾസോ ദ ബിഗിനിങ്, എ ന്യൂ ബിഗിനിങ്. സോ ഭഗവാൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വി ഹാവ് ടു സീ ഫ്രം കൃഷ്ണാസ് പെർസ്പെക്റ്റീവ്. അപ്പൊ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ആസ് വി നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ആസ് വി ഗ്രോ ഹയർ ആൻഡ് ഹയർ ഇൻ അവർ കോൺഷ്യസ്നെസ്, ആ ഡുവാലിറ്റി മാറി ഫൈനലി വി വിൽ ബി ഏബിൾ ടു സീ, നമുക്ക് എല്ലാം ഭഗവാന്റെ കാഴ്ചപ്പാടിൽ കാണാൻ പറ്റും.
So that's where the duality finally vanishes. So that is one important point. And he also shows the unifying nature. Appo endha paraya, it's like what to say, Bhagavad Gita Krishna says dukkalayam ashashvatam. This world is a world of sadness, or dukkalayam എന്ന് വെച്ചാൽ ദുഃഖത്തിന്റെ ഒരു സ്ഥലമാണ്, ഒരു ദുഃഖത്തിന്റെ ആലയമാണ് ഈ ഭൗതിക ലോകം. പക്ഷേ ഭാഗവതത്തില്, I think it is in the 7th canto, അതില് I think devoted പേര് അറിയത്തില്ല, I think it is Vishwanath Chakravarti Thakur. Someone has said Vishwam Purna Suhamayam, or the entire world is a world of happiness. Now ഇത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും it is a duality. ഒരിടത്ത് പറയുന്നു ദുഃഖാലയം അശാസുരം, വേറൊരിടത്ത് പറയുന്നു വിശ്വം പൂർണ്ണ സുഖാമയം. So how is it possible? How can we see ഈ duality നമ്മൾ കാണുന്നത് from the material perspective. നമ്മൾ എത്രത്തോളം ഭൗതിക ചിന്താഗതിയിലാണോ or കോൺഷ്യസ്നെസ്സിലാണോ നമുക്ക് എല്ലാം വേറെ ആയിട്ട് കാണത്തുള്ളൂ. But as we go higher in our consciousness, we can see the truth for what it is. ആ സത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. ദുഃഖാലയം അശാശ്വതം ആണ്, അതേസമയം വിശ്വം പൂർണ്ണ സുഖാമയോ ആണ്. എങ്ങനെ? as we are more and more connected to ഭഗവാനിലായിട്ട് കൂടുതൽ കണക്ട് ആകുമ്പോഴത്തേക്കും we'll be able to, we won't be affected by the dukkham or the sadness of this material world, because നമ്മുടെ happiness or നമുക്ക് കിട്ടുന്ന ആനന്ദം is from ഭഗവാൻ. It is directly coming from ഭഗവാൻ. അപ്പൊ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ നമ്മളെ അത് എഫക്ട് ചെയ്യത്തില്ല. സോ ആ ഒരു ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിൽ ഈ പറയുന്നതും ശരിയാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് ശരി ഇത് തെറ്റ്. There is no right and wrong. There is only higher and lower levels of consciousness which നോക്കുമ്പോഴത്തേക്കും it is different. It is only a higher level of consciousness or a lower level of consciousness of seeing things. There is nothing right and wrong. അപ്പൊ ഇത് there is another very interesting thing നമ്മൾ നോക്കുമ്പോൾ even ചൈതന്യം there are different schools of thoughts. അപ്പൊ അദ്വൈതം ദ്വൈതം നോക്ക, we have ശങ്കരാചാര്യരുടെ അദ്വൈതം, then രാമാനുജാചാര്യരുടെ മധ്വാചാര്യരുടെയും ദ്വൈതം, വിശിഷ്ട അദ്വൈതം ആൻഡ് ദ്വൈതം. അപ്പൊ one is ഒരെണ്ണം എന്ന് പറയുന്നത് എല്ലാം ഒന്നാണ്, വേറൊരെണ്ണം പറയുന്നത് there is two. അപ്പോ there is a difference. It is എല്ലാം ഒന്നല്ല, there is a difference ആണ്. പക്ഷെ when we see Chaitanya Mahaprabhu's തത്വം, it is even more beautiful. It says achintya bheda abheda tattva. എന്നുവെച്ചാൽ he says that അതിൽ വ്യത്യാസം ഉണ്ട്, oneness ഉണ്ട്. There is difference as well as union or oneness. So this is where the duality works. നമ്മൾ ആ മെറ്റീരിയൽ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒന്നിലെ ഒരാൾ പറയും എല്ലാം ഒന്നാണ്, വേറെ ഒരാൾ പറയും ഇല്ല രണ്ടാണ്. പക്ഷേ ചൈതന്യ മഹാപ്രഭു is teaching us രണ്ടും ഉണ്ട്. That is the way how Krishna is teaching us. I am both immortality as well as death. So Krishna has everything in him. So this is the way of seeing things. There is no right or wrong or bad or good. It is only higher or lower. So Mahaprabhu's tattva itself defines that. Achintya bheda abheda. Abhedom is incomprehensible. Namukku chintikkan patthatha reethiyilulladana. So that is achintya. It is beyond what we can even understand. So even the philosophy Mahaprabhu's taught is also something related to this loka, where Krishna sees how to see things in union with the Lord. And okay, yeah, the next sloka, 20th one. Traividyamam soma paputa papa yajnerištva swargatim प्रार्थयन्ते ते पुण्यम् असाद्य सुरेन्द्र लोकम् अश्नन्ति दिव्यान् दिविदेव भोगान्. വിവർത്തനം. സ്വർഗീയ സുഖങ്ങൾ കാക്ഷിച്ച് വേദപഠനം നടത്തുന്നവരും സോമപാനം ചെയ്യുന്നവരും മറ്റൊരു വിധത്തിൽ ഭജിക്കുന്നത് എന്നെ തന്നെ പാപഫലങ്ങളിൽ നിന്ന് മുക്തരായി പുണ്യലോകമായ
ഇന്ദ്രന്റെ സ്വർഗത്തിൽ ജനിച്ച് അവർ ദിവ്യ സുഖങ്ങളെ അനുഭവിക്കുന്നു. Thank you, Mataji. So, e 20th sloka and 21 is also connected or related. Appa ivide we see those who study the Vedas and drink the soma juice, seeking heavenly pleasures, worship me indirectly. അപ്പൊ ഇവിടെ ഭഗവാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വേദം പഠിക്കുന്നത് തെറ്റാണോ അല്ല റിച്വൽസ് ചെയ്യുന്നത് തെറ്റാണോ എന്നല്ല. He says അതിന്റെ intention, what is the intention behind your action? അതാണ് നമ്മുടെ എല്ലാത്തിനെയും എല്ലാത്തിനുമുള്ള റിസൾട്ട് തരുന്നത് അതാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല, പക്ഷെ ആ പ്രവൃത്തിയുടെ പിന്നിലുള്ള ഉദ്ദേശം, വാട്ട് ഈസ് അവർ ഇന്റൻഷൻ ബിഹൈൻഡ് അവർ ആക്ഷൻ, അതാണ് നമ്മളെ കർമ്മത്തിൽ ബൈൻഡ് ചെയ്യുന്നത്, വെദർ ഇറ്റ് ഈസ് അകർമ്മ, വികർമ്മ ഓർ കർമ്മ. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ഡിസൈഡ് ചെയ്യുന്നത് ഇസ് നോട്ട് ദി ആക്ഷൻ ബട്ട് ദി ഇന്റൻഷൻ ബിഹൈൻഡ് ദി ആക്ഷൻ. അപ്പൊ ഈ ശ്ലോകം വായിച്ചാൽ ഉടനെ അപ്പൊ വേദങ്ങൾ പഠിക്കണ്ട അല്ല റിച്വൽസ് ചെയ്യണ്ട. നോ, ദാറ്റ് ഈസ് നോട്ട് ദ കൺക്ലൂഷൻ. വേദങ്ങൾ പഠിക്കുന്നതും ഓരോരോ റിച്വൽസ് പ്യൂരിഫിക്കേഷൻ, ഓക്കെ സോറി ഇത് വേറെ, റിച്വൽസ് ചെയ്യുന്നതും അതിന്റെ വാട്ട് ഈസ് ദ ഗോൾ ഓർ വാട്ട് ഈസ് ദ മോട്ടീവ്, നമ്മുടെ മോട്ടീവ് എന്താ അതിന്റെ പിന്നിൽ. അപ്പൊ ഹിയർ പ്രഭുപാദ് സേസ് those who study the Vedas and drink the soma juice, seeking the heavenly pleasures, that is the important thing. The intention of this action of studying Vedas is seeking heavenly pleasures. They worship me indirectly. Pakshe, those who study the Vedas and do and perform rituals for to attain the ultimate goal, adayathu Bhagavan etti cherananengil they will reach Bhagavan. But those who say അതേ പ്രവൃത്തിയാണ് ഇവരും ചെയ്യുന്നത്, what a devotee does and what a materialistic person does. രണ്ടുപേര് ചെയ്യുന്ന പ്രവൃത്തി ഒന്നാണ്. They study the Vedas, they perform rituals. പക്ഷെ അതിന്റെ intention behind both the action is different. അതുകൊണ്ട് തന്നെ അവരെത്തിച്ചേരുന്ന ഡെസ്റ്റിനേഷൻ, അവരെത്തിച്ചേരുന്ന സ്ഥലവും is different. So here so ഈ ഒരു mentality of seeking pleasure, ഇപ്പൊ സ്റ്റഡിങ് ദ വേദാസ് അത് ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ടല്ല. ബട്ട് ഈ 15th ചാപ്റ്ററിൽ എത്തുമ്പോൾ യു വിൽ സി കൃഷ്ണ സേസ് വേദേശ്ച സർവേർ അഹം മേവ വേദ്യോ, വേദത്തിന്റെ ഉദ്ദേശം എന്നെ മനസ്സിലാക്കാനാണ്. പക്ഷെ അവിടെ ഭഗവാനെ മനസ്സിലാക്കാണ്ട് ഈ വേദം ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇത് കിട്ടും. പക്ഷെ ദർ ആർ ബെനിഫിറ്റ്സ്, ബട്ട് ആ ബെനിഫിറ്റ് മാത്രം ഗോൾ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് മാത്രമേ കിട്ടത്തുള്ളൂ. സോ attachment to knowledge or attachment to pleasure is defining what is your attachment to, that defines your destination. So നമ്മൾ ഈ റിച്വൽസ് ഒക്കെ ചെയ്യുന്നത് is just for material pleasure ആണെങ്കിൽ that becomes കർമ്മകാണ്ഡം. പക്ഷെ അതേ കർമ്മങ്ങൾ നമ്മൾ ഭഗവാനെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ it becomes കർമ്മ യോഗ. So that is where the difference is. The difference നമ്മുടെ ആക്ഷനിലല്ല, പക്ഷെ the intention behind the action. So and ഈ ഒരു സിറ്റുവേഷൻ ഓർ ടു അറ്റൈൻ, അപ്പൊ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് യു നമ്മൾ ഇതൊക്കെ ടു റീച്ച് ഭഗവാൻ നമ്മൾ ഈ ഒരു ദേഹം ത്യാഗം ചെയ്തിട്ട് വി ഹാവ് ടു ഫൈനലി വൈകുണ്ഠത്തിൽ എത്തുമ്പോഴേ നമ്മൾ ഭഗവാനിൽ ചേരും എന്നല്ല. ഈവൻ നമ്മൾ ഈ ലോകത്തിൽ ഈ ഭൂമിയിലെ ഏത് സ്ഥലത്തിലാണെങ്കിലും, വെദർ സ്വർഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും ഭൂലോകത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും യു ക്യാൻ ബി ഇൻ വൈകുണ്ഠ, നമുക്ക് വൈകുണ്ഠത്തിൽ ഇരിക്കാം, പ്രൊവൈഡഡ് വി ആർ കണക്റ്റഡ് ടു കൃഷ്ണ. അതിന് അപ്പൊ ആ ഒരു ദ ഹാപ്പിനെസ് ദാറ്റ് യു ഗെറ്റ്, ഇപ്പൊ പ്രഭുപാദ് ഹിയർ ഇവിടെ പറയുന്നുണ്ട് എന്താ മഹർലോകം, ജനലോകം, തപലോകം, ഈ ലോകങ്ങളിലുള്ള സന്തോഷം ഇസ് മില്യൺസ് ഓഫ് ടൈംസ് മോർ ദാൻ ഭൂലോകത്തിൽ കിട്ടുന്നത്. സോ ഭൂലോകത്തിൽ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ഹാപ്പിനെസ് ആൻഡ് സാഡ്നെസ്. കീഴ്ലോകങ്ങളിൽ പോകുമ്പോൾ ഇറ്റ് ഇസ് മോസ്റ്റ്ലി സാഡ്നെസ് ഓർ മോസ്റ്റ്ലി എന്താ പറയാ, ഇറ്റ് ഇസ് നോട്ട് എ പ്ലെസന്റ് സിറ്റുവേഷൻ അതള വിത്തള സുതള ലോവർ പ്ലാനറ്റ്സിൽ പോകുമ്പോൾ. ബട്ട് ആസ് വി ഗോ ഹയർ ആൻഡ് ഹയർ ദ എൻജോയ്മെന്റ്സ് ആർ മോർ മൾട്ടിപ്ലൈഡ് ഹൺഡ്രഡ്സ് ഓഫ് ടൈംസ്. അതുപോലെ വരുമ്പോഴത്തേക്കും ഹയർ ആസ് വി ഗോ ദ മഹലോക തപലോകത്തിലൊക്കെ എത്തുമ്പോഴത്തേക്കും ദ കൈൻഡ് ഓഫ് ഹാപ്പിനെസ് ദേ റിസീവ് ഇസ് ഇൻകംപാരബിൾ ടു വാട്ട് വി ഗെറ്റ് ഹിയർ. പക്ഷേ the anandam or the eternal bliss that you get in connection with Krishna is much, much higher than any of these. It is not, and the physical pleasure, it is the
the anandam comes from the soul. Appa happiness, that is what we have to tap into. The happiness that the soul derives when it is in union with Bhagavan ആയിട്ടുള്ള യൂണിയനിൽ ആത്മാവിന് കിട്ടുന്ന ഒരു ആനന്ദം is what is actually happiness. And അത് ലഭിക്കാൻ you don't have to go here the സ്വർഗത്തിലോ ജനലോകത്തിലോ തപലോകത്തിലോ പോകേണ്ട ആവശ്യമില്ല. Even being here in this material world, നമ്മൾ എത്രത്തോളം ഭഗവാനായിട്ട് കണക്ട് ആവുന്നു, ആസ് മാതാജി എക്സ്പ്ലെയിൻ, the more and more we chant, the more and more we get connected to the Lord. ആ ഒരു ആനന്ദം ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് അനുഭവിക്കാം. അപ്പോഴാണ് വിശ്വനാഥ് ചക്രവർത്തി താക്കൂർ പറയുന്നത് വിശ്വം പൂർണ്ണ സുഖമയമാവുന്നത്. ഈവൻ ഇൻ ദിസ് ദുഃഖാലയം അശാശ്വതം യു ക്യാൻ സീ ഹാപ്പിനെസ് എവ്രിവെയർ. സോ and there is one more important thing. Even സ്വർഗത്തിൽ പോയാലും material happiness is there, അവിടെ പോയി സോമരസം കുടിക്കാനാണെങ്കിലും, but Prabhupada says even there is hatred, there is jealousy, there is evilness, everything is there even in higher planets also. There are fights between devas, there is jealousy between the devas. All those things are there even in Devaloka, though it is much better than what is there in the lower planets or how demons interact with themselves. But even evada poyalum, at any levels of higher planets, there is this material contamination. So the material world is not free from this. So we can become free from all this only by connecting ourselves to Krishna. And yeah, 21. Tetam bhuktva swargalokam vishalam kshine punye martya lokam vishanti evam traye dharmam anuprapanna ghatagham kama labhante. ഇങ്ങനെ സ്വർഗീയങ്ങളായ ഇന്ദ്രിയ സുഖങ്ങൾ ഒട്ടേറെ അനുഭവിച്ച് തങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമെല്ലാം നഷ്ടപ്പെടുമ്പോൾ അവർ ഈ നശ്വരമായ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. വേദത്രയ പ്രമാണങ്ങളിലൂടെ ഉറച്ചു നിൽക്കുന്ന സുഖാനുഭോഗാന്വേഷികൾക്ക് ജന്മമൃത്യു പരമ്പരയല്ലാതെ മറ്റൊന്നും കിട്ടാനില്ല. So this is the same thing which is mentioned here. അപ്പൊ ഇവിടെ those who seek heavenly pleasure, നമ്മൾ പറഞ്ഞ പോലെ സ്വർഗലോകത്തിൽ പോവും. പക്ഷെ സ്വർഗലോകത്തിൽ പോയാലും there is birth and death. അപ്പൊ വീണ്ടും അവിടുത്തെ പുണ്യം തീരുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും താഴെ വരണം. അല്ലെങ്കിൽ നമ്മൾ അവിടെ എന്തെങ്കിലും because of our bad karma, sometimes we have to take momentary birth in this world. ആ ബർത്ത് എടുത്ത് കഴിഞ്ഞിട്ട് ആ കർമ്മം നമ്മൾ ക്ലിയർ ചെയ്യുന്നവരെ നമ്മൾ ഈ ലോകത്ത് തന്നെ ചുറ്റിക്കൊണ്ടിരിക്കും. സോ ദാറ്റ് ഈസ് ഹൗ ഈവൻ ദേവാസ് കം ഡൗൺ ആൻഡ് ഗോ അപ്പ്. ദേവന്മാരിലും അവരുടെ ഇപ്പൊ സപ്പോസ് അവരുടെ ഒരു 10,000 വർഷം സ്വർഗലോകത്തെ ആയുസിലും there are moments when they do bad karmas. നമ്മൾ ഇന്ദ്രന്റെ കഥ ഒരുപാട് അറിയാം. And there are many other devas also who have done some sinful act. അത് കാരണം അവരെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് they had to come down. അപ്പൊ ഓരോരോ കാര്യത്തിനും they come down, they take birth, they have to clear the karma. ഇവിടെ വന്നിട്ട് ആ കർമ്മം ക്ലിയർ ചെയ്തിട്ട് they have to go back up. അപ്പോ ഈ ഭൂലോകം എന്ന് പറയുന്നത് is a place where all the karmas are tallied. അപ്പൊ നമുക്ക് പുണ്യം നേടണമെങ്കിലും ഭൂമിയിൽ വരണം, അത് ചെയ്ത പാപം തീർക്കണമെങ്കിലും തിരിച്ചു ഭൂമിയിലേക്ക് വരണം. അപ്പോ because of which we are going in eternal cycle of birth and death. Janma mrityu jara vyadi, ആ ഒരു cycle we go through the entire cycle. ഭൂലോകത്തില് we can experience, ഈ 4 we can experience this very nicely. പക്ഷെ സ്വർഗലോകത്തില് മൃത്യു ജര ആൻഡ് വ്യാധി കുറവാണ് അവിടെ. പക്ഷെ എന്നാലും നമ്മൾക്ക് അതേ അറിയാം, വേർ ഇന്ദ്ര വാസ് കേഴ്സ്ഡ് ബൈ ദുർവാസ മുനി ആൻഡ് എല്ലാവർക്കും ദേവന്മാർക്ക് എല്ലാവർക്കും ജര ബാധിച്ചു. എന്നിട്ടാണ് അവര് അമൃതം പാലാഴി മദനം ചെയ്തിട്ട് അമൃതം ലഭിച്ചത്. അപ്പോ ജര ഇസ് നോട്ട്, സ്വർഗലോകത്തിൽ ഈ ജര വ്യാധി ഇല്ല, പക്ഷെ ജന്മം ആൻഡ് മൃത്യു ഇസ് ദേർ. അപ്പോ പ്രഭുപാദ് ഹി എക്സ്പ്ലെയിൻസ് അവിടെ ആ ഒരു അവരുടെ മൃത്യു എന്ന് പറയുന്നത് നമ്മളെ പോലെ അനുഭവിച്ച് അവർ മരിക്കത്തൊന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് ഒരു മൊമെന്റ്, ദേ വിൽ അണ്ടർസ്റ്റാൻഡ് എന്റെ മൈ ലൈഫ് ഇസ് ഗെറ്റിംഗ് അവസാനം എത്തുന്നു. അവര് വേദനയോടുകൂടി മരിക്കുന്നതല്ല, ഈ ഭൂമിയിലെ പോലത്തെ വേദനയോടുകൂടി മരിക്കത്തില്ല.
And our moment their life ends, and our soul again he comes back into the circle of birth and death. So but അവർ അനുഭവിക്കുന്ന ആ ഒരു നോട്ട് ഫിസിക്കൽ പെയിൻ, ബട്ട് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഇത്രയും സുഖം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞിട്ട് എന്റെ കാലം കഴിയാറായല്ലോ, എന്റെ ഇത്രയും കർമ്മം തീർന്നല്ലോ എന്നുള്ള ആ ഒരു മനോവിഷമം is more 1,000 times more painful than actual physical pain of death. So that is what they go through a lot. And വീണ്ടും so as long as we are connected to material desires, നമ്മുടെ എനിക്ക് ആഗ്രഹങ്ങൾ, ഭൗതിക ആഗ്രഹങ്ങൾ എത്രത്തോളം നമ്മുടെ മനസ്സിലുണ്ടോ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അത്രത്തോളം ജന്മങ്ങൾ നമ്മൾ എടുക്കണം. അത് പുണ്യം ചെയ്തെങ്കിൽ ആ പുണ്യം അനുഭവിക്കാനും നമ്മൾ ജനിക്കണം, പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപത്തിന്റെ കർമ്മഫലം അനുഭവിക്കാനും നമ്മൾ ജനിക്കണം. സോ a cycle of birth and death. So later on, അടുത്ത വരുന്ന ശ്ലോകങ്ങളിൽ കൃഷ്ണ says how you can even come out of this cycle of birth and death. ഈ പുണ്യ പാപ കർമ്മങ്ങളിൽ നിന്ന് എങ്ങനെ പുറത്തു വരാമെന്ന് ഭഗവാൻ he explains it very nice. So next one, 9.22. Ananyāścintayento māṁ ye janāः pariyupāsate teshāಂ nityābhiyuktānaಂ യോഗക്ഷേമം വഹാമ്യഹം. എന്റെ ദിവ്യ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണമായ ഭക്തിയോടെ ആരാണോ എന്നെ എല്ലായ്പ്പോഴും ആരാധിക്കുന്നത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും, അവർക്കുള്ളതെല്ലാം ഞാൻ നിലനിർത്തുകയും ചെയ്യും. Thank you, Nakaji. So this is very interesting. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് അനന്യാശ്ചിന്തയന്തോ മാം. അപ്പൊ ആരുടെ സോ ഭഗവാൻ ഇവിടെ പറയുന്നത് അവർക്കില്ല, ആ ഭക്തന്മാർക്ക് ഇല്ലാത്തത് ഞാൻ ഐ വിൽ ക്യാരി വാട്ട് ദേ ലാക്ക് ആൻഡ് പ്രിസർവ് വാട്ട് ദേ ഹാവ്. ഇപ്പൊ ഇവൻ നമ്മുടെ ലൈഫിൽ വി സീ ദാറ്റ് ദിസ് ഇസ് വാട്ട് വി ഡു. ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിന്റെ ആദ്യ ഘട്ടത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വി വർക്ക് സോ ഹാർഡ് ഇൻ ഓർഡർ ടു അറ്റൈൻ തിങ്സ്. നമുക്ക് ഓരോരോ കാര്യം, ഇപ്പൊ വീട്, പണം, കുടുംബം, ഇതൊക്കെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് വി വിൽ വർക്ക് സോ ഹാർഡ്. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞിട്ട് അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് വി വർക്ക് ഹാർഡ്. അഗെയിൻ വി വർക്ക് ഹാർഡ് ടു പ്രിസർവ്. നമ്മൾ ഇത്ര ഉണ്ടാക്കിയതൊക്കെ നമ്മൾ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ അധ്വാനിക്കും. അപ്പൊ നമുക്ക് സോ ഇറ്റ് ഇസ് ലൈക്ക് യോഗ ആൻഡ് ക്ഷേമ. സോ യോഗ മീൻസ് ടു അറ്റൈൻ, ക്ഷേമ ടു സസ്റ്റെയിൻ ഇറ്റ്. അപ്പൊ ഇത് തന്നെയാണ് ഭഗവാൻ പറയുന്നത്, എന്റെ ഭക്തന്മാർക്ക് ഇല്ലാത്തത് ഞാൻ കൊടുക്കും, ഉള്ളത് ഞാൻ നിലനിർത്തും. സോ ദിസ് ഇസ് ദ സെയിം തിങ് വിച്ച് ഭഗവാൻ ഇസ് ഡൂയിങ്. പക്ഷേ ദ ഇമ്പോർട്ടന്റ് പോയിന്റ് ഇസ് ആർക്കാണ് ഈ ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് എനി വൺ ആൻഡ് എവ്രി വൺ. അനന്യാശ്ചിന്തയന്തോ മാം, one who worships me with exclusive devotion. Ananyāścintayento മാം, there is no other chinta. വേറൊരു ചിന്തയില്ല. The only chinta or the only goal for them is Bhagavan. ആ ഒരു ഭക്തനാണ് ഭഗവാൻ will do this. So it all depends on നമ്മുടെ how much we are devoted to Krishna. I am 10% Ananyāścintayento മാം, Bhagavan will give me and preserve 10% of what I have or what I need. I am 20% Ananyāścintayento മാം, then Bhagavan അതുപോലെ തന്നെ ചെയ്യും. So reciprocation depends on നമ്മുടെ how much we are surrendered to the Lord. അപ്പൊ നമുക്ക് എത്രത്തോളം ഭഗവാന്റെ അടുത്ത് സറണ്ടർ ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് ഭഗവാൻ വിൽ ഡു തിങ്സ് ഫോർ us. So that is like നമ്മൾ when we read our എന്തെങ്കിലും അവർ we get some coupon or something, there is like star conditions applied. So this is the condition applied in the slokas. So Ananyāścintayento മാം. And ഭഗവാൻ നിലനിർത്തുന്നതും പ്രിസർവ് ചെയ്യുന്നതും തരുന്നതും നോട്ട് ജസ്റ്റ് സ്പിരിച്വൽ ബട്ട് ഓൾസോ മെറ്റീരിയൽ. നമുക്ക് ഭൗതികമായിട്ട് നമുക്ക് എന്തൊക്കെ വേണോ അത് ഭഗവാൻ തരികയും ചെയ്യും, നിലനിർത്തുകയും ചെയ്യും. ആൻഡ് സ്പിരിച്വൽ ആയിട്ട് നമുക്ക് എന്തെല്ലാം വേണോ അതും ഭഗവാൻ തരികയും നിലനിർത്തുകയും ചെയ്യും. സോ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് കൃഷ്ണ ഇസ് ഓൺലി ഫോക്കസ്ഡ് ഓൺ മെറ്റീരിയൽ തിങ്സ്, but he is more focused on the soul and the spiritual upliftment of the soul. നമ്മുടെ ആത്മാവിന്റെ spiritual upliftment is what Krishna is more focused on. But it doesn't mean he will not give us whatever materially we need. He will give what we need and what he thinks is right for us. And that is who Bhagavan is. So, and Euro Slokam is actually a promise of the Lord. So it is like it's like the core of Bhagavad Gita, where Krishna
is promising us that he will do it. But it depends on us how much we are surrendered to the Lord. Okay, the next one, 9:23. एप्यन्यदेवता भक्ता यजन्ते श्रद्धयान्विताः तेऽपि मामेव कौन्तेय यजन्त्या विधिपूर्वकम्. മറ്റു ദേവന്മാരുടെ ഭക്തന്മാരും വിശ്വാസപൂർവം അവരെ ഉപാസിക്കുന്നവരും വാസ്തവത്തിൽ എന്നെ തന്നെയാണ് ഉപാസിക്കുന്നത്. കുന്തിപുത്ര, എന്നാൽ അവരങ്ങനെ ചെയ്യുന്നത് വിധിപ്രകാരമല്ല. So here Krishna says the devotees those who are devotees of other gods, മറ്റ് ദേവന്മാരുടെ ഭക്തന്മാര് who worship them with faith actually worship me. അപ്പൊ അവര് ഭക്തിയോടുകൂടി അവരെ പൂജിച്ചാലും പക്ഷെ അവർ ആക്ച്വലി പൂജിക്കുന്നത് എന്നെയാണ്. ബട്ട് അവർ പൂജിക്കുന്നത് ഇൻഡയറക്ട് വേ ഓർ എ റോങ് വേ, അവിധിപൂർവകം. സോ എന്ന് വെച്ചിട്ട് വർഷിപ്പിംഗ് അതർ ദേവദാസ്, എന്തുകൊണ്ടാണ് അവിടെ ഭഗവാൻ ഇത് അവിധിപൂർവകം എന്ന് പറയുന്നത്? സോ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് അവർ improper understanding. ഇപ്പൊ സപ്പോസ് ഐ ആം വർഷിപ്പിംഗ് സം ദേവത, ഇഫ് ഐ ഡോണ്ട്, നമുക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണനാണ് എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് ഹി ഈസ് എ കിങ് ആൻഡ് അതേഴ്സ് ആർ ലൈക്ക് ദ മിനിസ്റ്റേഴ്സ് ഓഫ് ദിസ് യൂണിവേഴ്സ് ഗവേണിംഗ് ദ ഡിഫറെന്റ് അതോറിറ്റീസ് ഓഫ് ദിസ് യൂണിവേഴ്സ്. ഭഗവാൻ ആണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ എന്നുള്ളൊരു സത്യാവസ്ഥ മനസ്സിലാക്കാണ്ട് those who worship the devatas, they are doing it അവിധിപൂർവകം. കാരണം നമ്മൾ എന്ത് റിച്വൽസ് നമ്മൾ പൂജകളും ചെയ്യുമ്പോഴത്തേക്കും അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് they will say സർവം കൃഷ്ണാർപ്പണമസ്തു. ഈ ഒരു വൺ ലൈൻ ഇസ് മോർ ദാൻ ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് എല്ലാം ഭഗവാനിലേക്കാണ് പോകുന്നത്. സോ അത് മനസ്സിലാക്കാണ്ട് ഈ ദേവനാണ് വലുത്, മറ്റേ ദേവനാണ് വലുത് എന്ന് ചിന്തിക്കുന്നവർ, they are not able to understand they all are, എല്ലാ ദേവതന്മാരും are working under the instruction or under the control of the Supreme Lord Krishna എന്ന് പറഞ്ഞിട്ട് ഇതില്. ആൻഡ് everyone, all the devatas also, എല്ലാ ദേവന്മാർക്കും നമ്മൾ ആ ഒരു റിയാലിറ്റി or the truth മനസ്സിലാക്കണമെന്ന് they will bless us. So if we are sincerely devoted to that particular devatan or deva, they will bless us to understand the truth, provided നമ്മുടെ ഭക്തി, ആ ദേവന്റെ അടുത്തുള്ള നമ്മുടെ ഭക്തി is to know the highest. അല്ലാണ്ട് എനിക്ക് if I am worshipping a devata for my material benefit, അവരത് നൽകും and that's it. പക്ഷേ if my bhakti towards that particular devata is not just to get something from him or her, but I want to know the eternal truth, I want to progress in my consciousness. പക്ഷെ അവർക്ക് അറിയത്തില്ല ഭഗവാനാണ്, കൃഷ്ണ ആസ് എ സുപ്രീം എന്ന് അറിയത്തില്ല, ബട്ട് ദേ നോ ദാറ്റ് പർട്ടിക്കുലർ ദേവത ആൻഡ് അദ്ദേഹത്തിനെ പൂജിക്കും. അങ്ങനെ ഇരിക്കെ they will bless, the devatas will bless that this person understands the eternal truth and they themselves will guide us to Krishna. So there is a beautiful story. Narasimha Mehta, he is a great poet. Gujarat poi kenya you will see lot of devotional songs were written by Narasimha Mehta. But he was a very poor brahmana who worshipped Lord Shiva and his family worshipped Lord Shiva. So at one stage what happened was because he was not earning and വീട്ടിലേക്ക് ഒന്ന് പണമൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട് his sister-in-law very badly said many bad things about him. And അത് കാരണം he felt really bad and അദ്ദേഹം വിചാരിച്ചു ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കാട്ടിലേക്ക് പോയപ്പോഴത്തേക്ക് അവിടെ ഒരു പഴയ ഒരു ശിവന്റെ അമ്പലം ഉണ്ടായിരുന്നു. അപ്പൊ ആ അമ്പലത്തിൽ പോയിട്ട് അദ്ദേഹം ആഹാരം ഒന്നും കഴിക്കാണ്ട് എന്റെ ജീവിതം അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി he sat there in the temple meditating on Shiva. അദ്ദേഹത്തെ അപ്പൊ പരമേശ്വരനെ പ്രാർത്ഥിച്ചു. And the last day, towards the end, when he was like no more going to sustain his life, ആ സമയം പരമേശ്വരൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷമായി. But Narasimha Mehta is a very pure devotee. So though he was worshipping Lord Shiva, പരമേശ്വരന്റെ അടുത്ത് പരമേശ്വരൻ വന്നു എന്നിട്ട് പറഞ്ഞു I am very pleased with your devotion, എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നു. സോ നരസിംഹ മേത്ത ചോദിച്ചില്ല എനിക്ക് ഇപ്പൊ എന്തായാലും കാശില്ല, എല്ലാരും എന്നെ ഇങ്ങനെ പറയുന്നു എനിക്ക് കാശ് വേണം. He didn't ask. He said, please bless me. താങ്കൾക്ക് എന്താണോ
ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് താങ്കൾ എന്താ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്, വാട്ട് ഈസ് വെരി വെരി പ്രഷ്യസ് ടു യു, അതായത് പരമശിവന് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള എന്താണ്, പ്ലീസ് ബ്ലെസ് മീ വിത്ത് ദാറ്റ്. ഇപ്പൊ ഭഗവാൻ പരമശിവനെ ഏറ്റവും മനസ്സിൽ കൊണ്ടു നടക്കുന്നത്, ദ മോസ്റ്റ് പ്രഷ്യസ് ജ്വൽ ഇൻ പരമശിവന്റെ മനസ്സിൽ ഇസ് രാമനാമം ഓർ ഭക്തി ടുവേർഡ്സ് ദ ലോർഡ്, ഭക്തി ടുവേർഡ്സ് കൃഷ്ണ. And Lord Shiva was very happy to hear this, and he took Narasimha Mehta വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ നരസിംഹ മേഹത്തന് ഈ രാസലീല, ഭഗവാന്റെ രാസലീല കാണിച്ചു കൊടുത്തു, in the divine vision, with the divine vision. So that, and seeing that, Narasimha Mehta understood there is nothing greater than this, and that's how he finally got connected to Radha Krishna. And other going into all the devotional songs that Narasimha Mehta composed was in devotion to Radha Krishna. There is a beautiful Radha Damodar temple in Junagadh, Gujarat. So the devatas are happy to bless us provided our devotion to them is pure, other than for material benefit. So anganatha alladavar, they go to the devatas for material benefit. And that is an indirect way of, കാരണം നമ്മൾ മനസ്സിലാക്കണം, everything is given to me by the government. അതിന് ഞാൻ ഒരു മിനിസ്റ്ററിനെ പ്രത്യേകമായിട്ട് I don't have to please him. The minister is doing his duty of blessing us. The same thing is what Krishna told when everyone started worshipping Indradeva. അതുകൊണ്ട് എല്ലാ ദേവതമാരെയും പൂജിക്കാൻ is not recommended in the Shastras, but only few of the devatas are recommended in the Shastras. Lord Shiva, Ganesha, Subramanya Swami, they are Mother Parvati, they are the few devatas who are recommended to be worshipped in the Shastras, because they can guide us towards Krishna. And so the next one, 24. Aham hi sarva yajnanam bhokta cha prabhurev cha na tu mam abhijananti tatvenatas chaya chvanti te. Sorry. സർവയജ്ഞങ്ങളുടെയും ഭോക്താവും നാഥനും ഞാൻ മാത്രമാണ്. അതുകൊണ്ട് എന്റെ ഈ യഥാർത്ഥ ദിവ്യപ്രകൃതിയെ മനസ്സിലാക്കാത്തവർക്ക് വീഴ്ചയാണ് ഫലം. So വീഴ്ച എപ്പോഴാ വരുന്നത്? when we are more materially attached. So ഭഗവാൻ ആണ് എല്ലാം, നമുക്ക് കിട്ടുന്ന എല്ലാത്തിന്റെയും സോഴ്സസ് ഭഗവാൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, if we don't understand that, then naturally there is fall down. So understanding Krishna's true position, അതാണ് നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കുന്നത്. And misunderstanding Krishna's true position leads us back into cycle of birth and death. That is where we fall down. So that is also the karma kandam is when we are materially attached, we worship the devatas, but again we come back into the cycle of birth and death because it is material attachment. But when you do karma yoga, doing the rituals, doing the for example, you can take the example of the Pandavas. Bhagavan തന്നെ പാണ്ഡവന്മാരെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. He asked Arjuna to worship Lord Shiva to get the Pashupatastra യുദ്ധത്തിന് വേണ്ടിയിട്ട്. He asked the Pandavas to worship Bhadrakali so that they get the blessings of the goddess and they can win the war. So he himself has guided the Pandavas to worship different devatas. പക്ഷേ എല്ലായിടത്തും they worship them with the understanding that Krishna is the one who is giving. Krishna direct ആയിട്ട് ഇതൊക്കെ കൊടുക്കാമല്ലോ. But why does he want them to worship them? കാരണം Krishna says, they are my ministers. They are the ones who are taking care of the Devadamar, are the ones who are taking care of this material world. So you cannot disrespect or bypass them. Take their blessings, take their guidance, and you can reach me. So it is not the devatas who are the problem. It is our consciousness. What are we desiring for? If you are desiring for material things, they will bless you with material things. But if you are desiring for the ultimate truth, they will bless us even with that. So it is like Krishna guides us not to surpass or disrespect the authority of the devatas, but at the same time he also says, I am the one who is governing everything. So it is not duality, but he is showing us the reality of the material world, or the reality of how the
cosmic creation works. Yes. The next one, 25th. Sorry, I'm going a bit quick. 25th. Yanti deva vritan devan pitran yanti pritra vritaha bhutani yanti bhuteja yanti madhyajinopi mam. ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരുടെ ഇടയിൽ ജനിക്കും. പിതൃക്കളുടെ ഇടയിൽ ജനിക്കും. ഭൂതപ്രേതാദികളെ ഉപാസിക്കുന്നവരാകട്ടെ അവരുടെ ഇടയിലാണ് ജനിക്കുക. എന്നെ ആരാധിക്കുന്ന ഭക്തന്മാർ എന്നോടൊപ്പം ജീവിക്കും. So this is ഇവിടെ പറയുന്നത് നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ the more and more we worship something or നമ്മൾ എതിലാണ് അറ്റാച്ച്ഡ് ആവുന്നത് നമ്മുടെ കോൺഷ്യസ്നെസ്സും അതായിരിക്കും. ആൻഡ് നാച്ചുറലി ഭഗവാൻ പറയുന്ന പോലെ ഭഗവത്ഗീതയില് യം യം വാപി സ്മരൺ ഭാവം ത്യജത്യന്തേ കലേവരം. ഈ ജീവിതം, ഈ ദേഹത്തു നിന്ന് നമ്മൾ വിട്ടു പോകുമ്പോഴത്തേക്ക് നമ്മൾ എന്തിനാണോ ചിന്തിക്കുന്നത് ആ ഒരു സ്വരൂപം നമ്മൾ എടുക്കും. സോ if my attachment is towards the devatas, I will go to their world. There is nothing wrong in that. You are going to a higher world. Ivadannu uyarnu varunu, that is better. But then understanding that avadeyum janma mrityu jara vyadhi undu, understand the reality. That's only thing what Krishna is asking. And those who worship the devatas go to the devatas. Those who worship ghost and spirit, they go to such beings. Avaru adayittu attached ayadondu they will go to such entities. And those who are attached to the ancestors go to the ancestors. So for example, when my grandfather was leaving his body, മുത്തശ്ശൻ പറഞ്ഞു ആരോ അവിടെ വന്നിട്ടുണ്ടെന്ന്. ആരാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മുത്തശ്ശൻ പറഞ്ഞു എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്. So his attachment is towards his family, towards the ancestors. അപ്പൊ അങ്ങനെ അറ്റാച്ച്മെന്റ് ഇരിക്കുമ്പോൾ they themselves come to take the soul to their ആ പിതൃലോകത്തിലേക്ക്. So but those who are attached to Krishna go back to the abode of Krishna. So there are different rituals people perform in order to attain പല സ്ഥാനങ്ങളിൽ. ഇപ്പൊ ദേവലോകത്തിലെത്താൻ അവിടുത്തെ റിച്വൽസ് യു ഹാവ് ടു പെർഫോം. അതേപോലെ പിതൃലോകത്തിലെത്താൻ അത്. പിന്നെ യക്ഷ പിശാച എന്താ അതുപോലത്തെ ജീവജാലങ്ങൾ എന്ന് പറയുന്നത് ദോസ് ഹു ഡു ബ്ലാക്ക് മാജിക്, ദോസ് ഹു ഡു ബ്ലാക്ക് ആർട്സ്, അവരൊക്കെ ദേ വിൽ ഫൈനലി ഗോ ടു സച്ച് entities. കാരണം അവർ ചെയ്യുന്ന കർമ്മങ്ങളും is connected to such beings. So they will eventually go to such beings. So but those who are worshipping the Lord attain the Supreme Lord. And they say that in Tamil they say that the Perumal Bhakti, it is not easy to get that Perumal Bhakti. It is after millions and millions of lifetimes we get the devotion towards Krishna or Vishnu or Narayana. And it is not easy to get that devotion. And once you have got that devotion, safeguard it like the most valuable jewel or the most valuable treasure that you have, and progress in your devotional service to the Lord. Karna Bhagavan himself says, Bahunam janmanam ante jnanavan mam prapatyade vasudevah sarvamiti. Vasudevanana ellam enna manasilakkuna samahatma, anganathuru mahatma, samahatma sudurlabha. He is very, very rare. So if you have that devotion to Bhagavan, at least even a tinge, develop that bhakti towards the Lord, because it is very, very rare. And yeah. So the next one, 26th. Patram pushpam phalam toyam yo me bhaktya prayachati tadaham bhakti upahritam ashnami prayatatmanah. സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഒരാൾ എനിക്ക് അർപ്പിക്കുന്നത് എന്തും ഇലയോ പൂവോ ഫലമോ ജലമോ ആകട്ടെ അത് ഞാനത് സ്വീകരിക്കും. So here Krishna is saying, offer anything to me. Bhagavan എന്ത് നമ്മൾ നൽകിയാലും everything belongs to Krishna. എല്ലാം ഭഗവാന്റെയാണ്. അപ്പൊ അതിന്ന് നമ്മൾ ഒരെണ്ണം എടുത്ത് ഭഗവാന് കൊടുക്കുന്നു. So he doesn't want your എന്താ പറയാ നമ്മുടെ പണമോ നമ്മുടെ സ്വത്തോ ഒന്നും അല്ല ഭഗവാൻ വേണ്ടത്. But what he looks at is the bhakti behind the offering. So അതാണ് പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല, but the intention behind the action is more important. ആ ഭക്തിയാണ് അവിടെ ഭഗവാൻ നോക്കുന്നത്. നമുക്ക് രുക്മിണി സത്യഭാമയുടെ കഥ അറിയാം. Where bhakti of Rukmani was more valuable than Satyabhamയുടെ wealth. And അതേപോലെ in many situations in life, നമ്മൾ ചിലപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ അവർ പറയും, ഞാൻ 100 രൂപ ദക്ഷിണ ഇട്ടുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് ഈ എന്താ ഒരു പഴവും അപ്പവും ഒക്കെ തരുന്നത്. So അവിടെയും നമ്മുടെ കാഴ്ചപ്പാട് is only on the money.
but it is not the devotion to the Lord. So the more, so and there is one nice story of Bhattadiripad who says, എന്താ ഭഗവാനെ എനിക്ക് നൽകാൻ ഇത്രയും ഒരു ആഡംബരമായിട്ട് ഭഗവാന് എന്താ പ്രസാദം നൽകാൻ എനിക്ക് അത്രയും ധനമൊന്നും ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഭഗവാൻ പറയും, വേണ്ട, നീ എനിക്ക് എന്തെങ്കിലും പഴം നൽകിയാൽ മതി. അപ്പോ ഹീൽസേ, എനിക്ക് ആ പഴം നൽകാനുള്ള കഴിവ് എനിക്കില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഭഗവാൻ പറഞ്ഞു, വേണ്ട, ഭക്തിയോടെ നീ എനിക്കൊരു തുളസി ഇല നൽകിയാൽ മതി. ഭട്ടതിരിപ്പാട് വിളിച്ചേ, ആ തുളസി ഇല നൽകാൻ പോലും എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? വേണ്ട, എനിക്ക് കുറച്ച് ജലം, ഒരു തുള്ളി ജലം എനിക്ക് നൽകിയാൽ മതി, ഐ വിൽ അക്സെപ്റ്റ് ദാറ്റ്. ആൻഡ് ഭട്ടതിരിപ്പാട് പറയും, ആ ജലം പോലും നൽകാൻ എനിക്ക് കഴിഞ്ഞിട്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? then Krishna says beautifully, നിനക്ക് ആ ജലം പോലും എനിക്ക് തരാൻ പറ്റിയില്ലല്ലോ എന്ന് നീ ഓർത്ത് ദുഃഖിച്ച് കരയുന്ന ആ കണ്ണീരിൽ അത് ഞാൻ സ്വീകരിക്കും നിന്റെ നൈവേദ്യമായിട്ട്. So that is what Krishna doesn't want any of these things. All ഭഗവാന് വേണ്ടത് എന്താ? ആ ഭക്തി മാത്രമാണ്. So it is very beautifully said in this sloka. The next one, 9.27. Yat karoshi yadashnasi yajjuhoshi dadasi yat tapasyasi kaunteya tat kurushva madarpanam. നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് നിവേദിക്കുന്നുവോ, ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ, കുന്തിപുത്ര, അതെല്ലാം എനിക്ക് അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. So this is, അപ്പൊ അതാണ്, ദാറ്റ് ഇസ് വാട്ട് ആക്ച്വലി നമ്മളെ ഈ കർമ്മങ്ങളിൽ, യുവർ റിപ്പീറ്റഡ് ബർത്ത് ആൻഡ് ഡെത്ത് ഓർ ഈ കർമ്മങ്ങളിൽ നമ്മളെ മോചിപ്പിക്കുന്നത് ഇസ് ഡിവോഷൻ ടു ദ ലോർഡ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ആക്ടിങ്, നമ്മുടെ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതിന് പകരം വി ആക്ട് വിത്ത് ബിക്കോസ് ഐ വോണ്ട് ടു പ്ലീസ് കൃഷ്ണ. ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് എക്സാക്ട്ലി വാട്ട് ഹാപ്പൻ. പാണ്ഡവന്മാർ ഇത്രയും പേരെ ആ യുദ്ധത്തിൽ ഒരുപാട് പേര് മരിച്ചു. പക്ഷേ കൃഷ്ണ സേസ്, ഭഗവാൻ അർജുനന്റെ അടുത്ത് പറഞ്ഞു, നീ എനിക്ക് വേണ്ടിയിട്ട് ഈ യുദ്ധം ചെയ്യ്, യു വിൽ ബി ഫ്രീഡ് ഫ്രം ഓൾ ദിസ് കർമാസ് ഓർ ദ സിൻസ് ഓഫ് കില്ലിംഗ് സോ മെനി പീപ്പിൾ. സോ the more and more we do in devotion to Krishna is yukta vairagya. ആ യുക്ത വൈരാഗ്യത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ആസ് we have to start from the small. ഓരോ ആക്ട് നമ്മൾ ചെയ്യുമ്പോൾ എവറി ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി ഇത് ഭഗവാന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആ ഒരു കോൺഷ്യസ്നെസ്, ഫസ്റ്റ് ഇറ്റ്സ് നോട്ട് ദി ആക്ട്, ഇറ്റ് ഇസ് ദ കോൺഷ്യസ്നെസ് വിത്ത് വിച്ച് വി ഡു. ആ ഒരു കോൺഷ്യസ്നെസ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു പ്രവൃത്തിയെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യട്ടെ, അത് ശീലമായി കഴിയുമ്പോൾ, കൺസിസ്റ്റന്റ് ആയിട്ട് വെൻ വി ഡു ഇറ്റ്, അത് ശീലമായി കഴിയുമ്പോഴത്തേക്കും സ്ലോലി നമ്മൾ ചെയ്യുന്ന എല്ലാം ആ രീതിക്ക് വരും. ഇറ്റ്സ് നോട്ട് ദാറ്റ് ആ 16 റൗണ്ട് ചാൻഡ് ചെയ്യുമ്പോൾ മാത്രം ഐ എം ഡൂയിങ് ഭക്തി. ഈച്ച് ആൻഡ് എവറിഥിങ് ദാറ്റ് വി ഡു, അപ്പോഴാണ് ഭഗവത്ഗീത ബിക്കംസ് പ്രാക്ടിക്കൽ ഇൻ അവർ ലൈഫ്. അല്ലെങ്കിൽ ഭഗവത്ഗീത ഒരു ബുക്കും ഒരു ഫിലോസഫി ആയിട്ട് അവിടെ ഇരിക്കും, അവർ ലൈഫ് വിൽ ബി ഡിഫറെന്റ്. സോ ദിസ് ഇസ് വാട്ട് വി ഹാവ് ടു ഡു. Everything that we do, we have to offer it for the Lord. And that is when it becomes sannyasa yoga. Even living as a grihastha, you will become a sannyasi because you are doing everything for the Lord. 2.28. Shubha shubha phaler evam mokshase karma bandhanai sannyasa yogo yuktatma vimukto mam upaishyasi. ഇങ്ങനെ കർമ്മബന്ധങ്ങളിൽ നിന്നും തജന്യങ്ങളായ ഗുണദോഷ ഫലങ്ങളിൽ നിന്നും നിനക്ക് സ്വതന്ത്രനാകാം. പരിത്യാഗമെന്ന തത്വം ഉൾക്കൊണ്ട് എന്നിൽ മനസ്സുറപ്പിച്ച് വിമുക്തനായി നിനക്ക് എന്നെ പ്രാപിക്കാം. So that is exactly what it says. So everything, ജഗത് സാക്ഷി പ്രഭു ഒരു ലെക്ചറിൽ പറയായിരുന്നു, നമ്മൾ ചിരിച്ചാലും കർമ്മം, ചിരിച്ചില്ലെങ്കിലും കർമ്മം, നടന്നാലും കർമ്മം, നടന്നില്ലെങ്കിലും കർമ്മം. കാരണം നമ്മൾ നടക്കുമ്പോൾ there are many living entities which are dying. അപ്പൊ ചിലവര് കഴിക്കുമ്പോൾ ഒരുപാട് we are eating many other small tiny living entities, that is also karma. അപ്പൊ ചിലവര് അപ്പൊ കഴിക്കത്തേ ഇല്ല, പക്ഷെ നമ്മൾ ശ്വസിക്കുമ്പോഴും അതിൽ പല ജീവികളും നമ്മൾ കൊല്ലുന്നുണ്ട്. So everywhere there is karmic connection. So Prabhupada says, just because you don't eat non-veg doesn't mean that you became a great person. Even there we are killing living entities. So we are doing karma at every step in our life. പക്ഷേ എപ്പോഴാണോ നമ്മുടെ കോൺഷ്യസ്നസ് is for that we are dedicating everything for Krishna, അപ്പോഴാണ് we become free from this karmic cycle.
So, and that is when we actually become fearless. All our fears are connected to karma. The more we become fearless is when we surrender more to the Lord. And 9.29. समोहं सर्वभूतेषु न मे द्वेषोऽस्ति न प्रियः ये भजन्ति तु मां भक्त्या मयि ते तेषु चाप्यहम्. എനിക്കാരോടും അസൂയയില്ല, പക്ഷപാതവുമില്ല, എല്ലാറ്റിനോടും സമഭാവനയാണ് എനിക്കുള്ളത്. പക്ഷെ ഭക്തി പുരസരം ആരാണോ എന്നെ സേവിക്കുന്നത് അയാൾ എന്റെ സുഹൃത്തും ഞാൻ അയാളുടെ സുഹൃത്തുമാണ്. അവൻ എന്നിൽ അധിവസിക്കുന്നു. So here Krishna says, ഭഗവാൻ എല്ലാവർക്കും എല്ലാം നൽകുന്നുണ്ട്. ഒരു മഴമേഘം ആ മഴ എല്ലാ സ്ഥലത്തിലും പെയ്യുന്ന പോലെ നമുക്ക് ഒരു കിണറിൽ മഴ പെയ്യും, നദിയിലും പെയ്യും, ഒരു ആവശ്യമില്ലാത്തൊരു കല്ലിൽ പോലും മഴ പെയ്യും. അപ്പൊ മഴ എല്ലായിടത്തും എല്ലാവർക്കും നൽകും. ഭഗവാൻ ഹി വിൽ ഗിവ് എവറിത്തിങ് ടു എവ്രി വൺ. പക്ഷെ ഭഗവാന്റെ ഭക്തന്മാർക്ക് ഹി ഗീവ് സ്പെഷ്യൽ അറ്റൻഷൻ. ആ സ്പെഷ്യൽ അറ്റൻഷൻ എന്ന് പറയുന്നത് ഇസ് നോട്ട് ബിക്കോസ് ഹി ഈസ് പാർഷ്യൽ. ഭഗവാൻ പാർഷ്യൽ ആയതുകൊണ്ടല്ല സ്പെഷ്യൽ അറ്റൻഷൻ. ബട്ട് ആ ഭക്തനെ ഭഗവാൻ പറയുന്നത് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവർക്ക് they cannot accept what Krishna says. That's why Krishna said, I am giving you this jnana to you, Arjuna, because you are not envious of me. You are my devotee. അതുകൊണ്ട് I am giving you. So ഭഗവാൻ എല്ലാവർക്കും ഈ ജ്ഞാനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആർക്കും അത് സ്വീകരിക്കാൻ പറ്റിയത് is only Arjuna. So it is not Krishna is partial that he is giving only to his devotees. It is because only his devotees can accept what Krishna gives with gratitude. അല്ലാത്തവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ്സ് ലൈക്ക് നമ്മളും ഭഗവാനും തമ്മില് നമ്മുടെ ദുഷ്ചിന്തകളാണ് നമ്മളെ ഭഗവാനായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലാണ്ട് ഭഗവാന്റെ പാർഷ്യാലിറ്റി അല്ല. സോ കൃഷ്ണ സേസ് ഇറ്റ് ഈസ് യുവർ റെസിസ്റ്റൻസ് വിച്ച് ഇസ് ബ്ലോക്കിംഗ് യു. ആ റെസിസ്റ്റൻസ് നീ ആയിട്ട് എടുത്ത് മാറ്റണം. ഓർ ഐ ക്യാൻ ഹെൽപ്പ് യു ഇഫ് യു ആസ്ക് ഫോർ ഹെൽപ്പ്. സോ ഇറ്റ് ഈസ് അവർ ഇഷ്യൂ ദാറ്റ് കൃഷ്ണ കനോട്ട് ഹെൽപ്പ് us. സോ ആ ഒരു thing we have to change, and that is why Arjuna said at the end, as Prabhu said, Karishye vachanam tava. Finally Arjuna surrendered to Krishna saying that I am ready to accept. Appadana Bhagavan parnathu he can accept it. Until then he was in his own karma and own thoughts, in depression, whatever he is. You see the first chapter. So he was not able to do what he is meant to do. The moment he surrendered to Krishna, Krishna started giving the knowledge. And the more he was able to accept the knowledge, finally he said, I will do what you asked me to do. Appadana he actually finally, that one sentence is enough to understand they actually won the war, even before the war. So the next one, 30th. Api che suduracharo bhajate mam ananya bhag. സാധുർ ഏവ സമന്തവ്യ സമ്യക് വ്യവസ്ഥിതോ ഹി സഹ. ഒരാൾ അത്യന്തം ഹീനമായൊരു ദുഷ്കർമ്മം ചെയ്താൽ പോലും ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം അയാൾ സാധു എന്ന് കരുതണം. കാരണം തന്റെ ദൃഢവിശ്വാസത്തിൽ അദ്ദേഹം ശരിയായി വർത്തിക്കുന്നു. സോ ഇവിടെ ഭഗവാൻ പറയുന്നത് നമ്മൾ ഭക്തന്മാരാണെങ്കിലും there is a combination. It's a mixture of conditioned state and constitutional state. അപ്പൊ ചില സമയം നമ്മൾ ഭക്തിയിലായിരിക്കും, ഇൻ ദ ഡിവൈൻ പാത്ത്, ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് നമ്മൾ പലതും ചെയ്യും. പക്ഷെ ചില സമയം വിൽ ബി കംപ്ലീറ്റ്ലി മെറ്റീരിയൽ. സോ ഇത് രണ്ടും പല സ്റ്റേജസിലായിട്ട് ഒരു ദിവസത്തിൽ തന്നെ ഇതിന്റെ പല അവസ്ഥകളിലൂടെ നമ്മളിങ്ങനെ പോകും. സോ സംടൈംസ് ഐ എം വെരി മച്ച് കണക്റ്റഡ് ടു കൃഷ്ണ, സംടൈംസ് ഫുള്ളി ഡിസ്കണക്റ്റഡ് ഫ്രം കൃഷ്ണ, സംടൈംസ് കുറച്ചെവിടെയോ ഒരു കണക്ഷൻ. സോ വി ആർ ബോത്ത് കണ്ടീഷൻഡ്. രണ്ട് അവസ്ഥയുണ്ട്. വൺ ഇസ് എ കണ്ടീഷൻ സ്റ്റേറ്റ് വെൻ നമ്മുടെ മനസ്സിൽ നമ്മൾ ആ കർമ്മചക്രത്തിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. വേറെ ഒരെണ്ണം അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ, നമ്മുടെ ആത്മാവിന്റെ സ്ഥാനത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ച് ചെയ്യും. അപ്പൊ അവിടെ ചെയ്യുന്ന പ്രവൃത്തി ഇസ് നോട്ട് ദ ഇഷ്യൂ, ബട്ട് ഏത് കോൺഷ്യസ്നെസ്സിലാണ് നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോ ആ ഒരു സിറ്റുവേഷനിൽ വാട്ട് ഹാപ്പൻസ്, ചിലപ്പോൾ നമ്മൾ വെൻ വി ഗോ ഇൻ ടു ദ കണ്ടീഷൻ സ്റ്റേറ്റ്, നമ്മുടെ കർമ്മമാണ് നമ്മളെ അവിടെ ഗൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് നോട്ട് ഭഗവാൻ ഹു ഇസ് കൺട്രോളിങ് അസ്, ബട്ട് അവർ കർമ്മ വിച്ച് ഇസ് കൺട്രോളിങ് അസ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ വി ടെൻഡ് ടു ഡു മെനി or few or some sinful activities. പക്ഷേ ഒരു ഭക്തൻ എന്തായി, ഭക്തൻ because he is always trying to get connected to, അദ്ദേഹത്തിന് അറ്റ്ലീസ്റ്റ് ആ ബോധമുണ്ട് that I am a soul and I have to go back to my constitutional position എന്നൊരു ബോധം ഉള്ളത് കൊണ്ട് he will
come back. Chalpa angotu povum, but he will still try to come back. So it is a devotional service, actually a war within us, war with Maya. So our war, sometimes we fail, sometimes we fall down, but still if we continue to get up and get connected to Krishna, our avasthayile we cannot, our devotee, when due to some momentary situation, if he falls down, we cannot blame him, because he will come up, or by proper support he can come up. പക്ഷേ അതേ സമയം Prabhupada is saying here, that doesn't mean you use the idea of I am a devotee എന്ന് പറഞ്ഞ അതിന് ആ ഒരു ഇതില് you can do all nonsense. That is also not there. That also Prabhupada says in the last part of the sloka. Devotee in transcendental can act. On the other hand, one should not misunderstand that devotee in transcendental devotion can act in all kinds of abominable ways. So that is not accepted. But by accident, that clearly he says, this verse only refers to an accident due to the strong power of material connection. By accident, if he falls down, then we cannot blame him, because the devotion will help him come up. So next one, Shipram Bhavati Dharmatma Shvashchantim Nigachati Kaunteya Pratijanihi Name Bhakta Pranashyati. I'll read the next one also, Mataji. Mam hi അടുത്തതും കൂടെ വായിക്കാം. Okay. മാം ഹി പാത വ്യപാശ്രിത്യ യേപിഷു പാപയോനയഃ സ്ത്രിയോ വൈശ്യസ്തഥാ ശൂദ്രസ്തേപി യാന്തി പരാം ഗതിം. അവൻ വേഗത്തിൽ ധാർമ്മികനായി തീർന്ന് ശാശ്വതമായ ശാന്തി നേടുന്നു. എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല എന്ന് കുന്തിപുത്ര ഉറപ്പിച്ച് പ്രഖ്യാപിക്കൂ. പാർത്ഥ, എന്നെ ആശ്രയിക്കുന്നവർ അധമകുലത്തിൽ പിറന്നവരോ സ്ത്രീകളോ കച്ചവടക്കാരോ ശൂദ്രരോ ആരായാലും ശരി പരമപദം പ്രാപിക്കും. So here നമ്മുടെ position is not what is stopping us in devotional service. ഭഗവാന്റെ ഭക്തിയില് ശൂദ്രനോ വൈശ്യനോ അങ്ങനെ ഒരു ഭേദഗതിയില്ല. Everyone can perform devotion to the Lord and everyone can attain the Supreme Lord. നമ്മളത് പല എക്സാമ്പിൾസ് ഭാഗവതത്തിൽ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ബ്രാഹ്മണനും എത്തുന്നത് ഭഗവാന്റെ അടുത്ത്, എങ്ങനെയാണ് ഒരു ശൂദ്രനും ഭഗവാന്റെ അടുത്ത് എത്തുന്നത്, എങ്ങനെയാണ് ഒരു prostitute also can reach the Lord. How all types of people can reach the Lord. Bhakti is not defined by one's material situation. That is very important. കാരണം ഭക്തി is connected to the ആത്മാവ്. ആ ആത്മാവ് പല സന്ദർഭങ്ങളിൽ കൂടി ഈ ലോകത്തിൽ പോകും. ചിലപ്പോൾ ശൂദ്രനായിട്ട് ജനിക്കും, ചിലപ്പോൾ ചണ്ടാളനായിട്ട് ജനിക്കും, ചിലപ്പോൾ പല ലെവലിൽ ജനിക്കും. അത് അദ്ദേഹത്തിന്റെ കർമ്മം കാരണം അദ്ദേഹം ജനിക്കുന്നത്. പക്ഷേ ഭക്തി എന്ന് പറയുന്നത് is for the ആത്മാവ്. അത് ഒരിക്കലും ആത്മാവിന്റെ അടുത്തുനിന്ന് മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പോ ഭക്തി cannot be defined by one's social status or position or birth. ഇവിടെ ഭഗവാൻ പറയുന്നത്, one who is engaged in mischievous activities cannot become a devotee, but one who becomes righteous and attains, the one who is devoted to the Lord becomes righteous and attains lasting peace. O Kunti Putra, declare it boldly that my devotee never perishes. So accidental fall down, we can come up by doing അതിനുള്ള പരിഹാരം ചെയ്തിട്ട്. Prabhupada writes, by undergoing certain ritualistic process, one can purify themselves. But one who is a devotee, chanting Harinam chanting itself is the purification process. But that doesn't give us the authority to do anything bad. But that itself purifies us. So with that we conclude. So I am sorry if I am not able to convey the message fully, but with the short time I think I was able to do whatever I could. So രണ്ടെണ്ണം കൂടെ ഉണ്ട് മാതാജി. 32, right Mataji? 34. Okay, fine. Then I will do that also. 33, 34 വായിക്കണം. Kim puna brahmana punya bhakta rajarshayastata anityam asukham lokam imam prapya bhajaswamam. അപ്പോൾ പുണ്യാത്മാക്കളായ ബ്രാഹ്മണരുടെയും ഭക്തരായ രാജർഷികളുടെയും കഥ പറയാനുണ്ടോ? അനിത്യവും ദുഃഖപൂർണവുമായ ഈ ലോകത്തിൽ പിറന്നവർ എന്റെ പ്രേമഭക്തി സേവന നിരതരാകുന്നു.
Next also you read Mataji. Manmana, last sloka. Okay. Manmana bhava madbhakto madhyaji mam namaskuru mame vaishyasikau yuktvaivam atmanam matparayanaha. എന്നിൽ മനസ്സുറപ്പിക്കുക, ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. എന്നിൽ തന്നെ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നത് കൊണ്ട് നീ തീർച്ചയായും എന്നെ പ്രാപിക്കും. That's all. Okay. So ഇവിടെ Krishna says, so whether it be a king or a brahmana, everyone can attain the Supreme Lord. So how much more this of a righteous brahmana, the devotees and the saintly kings. So we see the examples of even Arjuna and Bhima. But when you see Bhima is also a king. Pasha, he was not on the level with Arjuna. Arjuna and Bhakti pole alla Bhima and Bhakti. Arjuna accepted what Krishna said. Pasha, Bhima anengilo njan endinu kekkanam. I won't listen to Krishna. Why should I listen to Krishna? In the Yuddha Kalathil, when they were sending Narayana Astram എഴുതപ്പോഴത്തേക്കും Narayana Astram കീഴടക്കാനുള്ള ഒരേ ഒരു വഴി Narayana Astraത്തിന് മുമ്പിൽ നമസ്കരിക്കുന്നതാണ്. Then it will not attack the person. അപ്പൊ പക്ഷെ എല്ലാരും ഇപ്പൊ ഭഗവാൻ പറഞ്ഞു just bow down in front of Narayana Astra. എല്ലാരും അത് ചെയ്തു. ഭീമൻ പറഞ്ഞു ഞാൻ എന്തിനു, why should I bow down? I can fight the Narayana Astra. So then Krishna had to go down, pull Bhima down and make him bow down in front of the Astram. Apo, the devotion is different, but Krishna takes care of each and every one. So the bhakti nammal present cheyyunnathu will be in different ways. Bhimante bhakti vera, Arjunante bhakti vera, Janaka Maharajavinte bhakti vera, Sudamavinte bhakti vera. But all those are different devotional service, and that devotion is unique to each and every soul. And therefore, those who are devotees of the Lord, they are not affected in any ways in this material world. And finally, Krishna says, engage your mind, always thinking of me, become my devotee, offer obeisances to me and worship me. Being completely absorbed in me, surely you can come to me. So it is all about our consciousness. എത്രത്തോളം നമ്മുടെ consciousness നമ്മൾ ഭഗവാനെ invest ചെയ്യുന്നു. Depending on that, you get the returns. How at each and every point, it's not that I can chant 16 rounds, still not connect to Krishna. അങ്ങനെയാണെങ്കിൽ ഞാൻ പല ജന്മങ്ങളും ചാൻഡ് ചെയ്താലും I will not reach Krishna. But how at each and every moment, each and every mantra we chant, how we connect to Krishna. ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴും, even if I correct answer papers, or even if I work in the kitchen or take care of a baby, എല്ലാം ചെയ്യുമ്പോഴും if I am able to connect to Krishna, how I am able to connect to Krishna, that is how my consciousness is going to get elevated. Hare Krishna. Hare Krishna devotees. So thank you so much, Vidya Suryampini Mataji. It's a wonderful explanation and class. വളരെ നന്നായിട്ട് ഡീപ്പായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇനി ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാതാജിയോട് ചോദിക്കാം. Hare Krishna devotees, any doubts, any comments? Hare Krishna. Thank you. ഓക്കെ, നമുക്ക് എന്നാ ഇപ്പൊ ഞാൻ എല്ലാവരോടും ഒന്ന് നന്ദി പറയട്ടെ. ഗീതാ മഹാത്മ്യം പറഞ്ഞ പ്രേമമായി വ്രജേശ്വര പ്രഭു ആൻഡ് ഹരിനാമ മഹിമ പറഞ്ഞ രുക്മിണി പ്രേമ ദേവിദാസി മാതാജിയോടും വളരെ കടപ്പെട്ടിരിക്കുന്നു. ആൻഡ് നൗ again വിദ്യാസ്വരൂപിണി ദേവിദാസി മാതാജി, എന്റെയും ഇസ്കോണിന്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്രയും നന്നായിട്ട് മാതാജി എക്സ്പ്ലെയിൻ ചെയ്തു. തിരക്കിന്റെ ഇടയിലാണെങ്കിലും മാതാജി റിക്വസ്റ്റ് ചെയ്തപ്പോൾ തന്നെ സമ്മതിച്ച് ക്ലാസ് ഓക്കെ ആക്കി. ഓക്കെ, മാതാജിയുടെ ഇത് മലയാളത്തിന്റെ ഫ്ലുവൻസി കുറച്ച് കുറവാണ്, എന്നാലും വി ക്യാൻ പിക്കപ്പ് എവറിത്തിങ്. അത് നന്നായിട്ട് ക്ലാസ് എടുക്കുകയും ചെയ്തു മാതാജി. ആൻഡ് താങ്ക് യു വെരി മച്ച്. എല്ലാ ഡിവോട്ടീസിനോടും ഞാൻ നന്ദി പറയുന്നു. നമുക്ക് വി ക്യാൻ കൺക്ലൂഡ് വിത്ത് നരസിംഹ പ്രേയേഴ്സ്. നമസ്തേ നരസിംഹായ
प्रह्लादलाददायिने हिरण्यकशिपूर्वक्षः शीलतङ्कानकालाये यतो नृसिंहो परतो नृसिंहो यतो यतो यामि ततो नृसिंहो हे नरसिंहो हृदये नरसिंहो